കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു യോഗം ഈ വർഷവും നടത്തുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി ദൈവം ഈ പ്രിയ ഭവനത്തെ മുൻകണ്ടതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ നോബിളുകൾ, ആൻറ്റി, കുഞ്ഞുങ്ങൾ, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പറയപ്പെട്ടതുപോലെ പ്രിയപ്പെട്ട നോബിൾ ചാൻ്റെ സഹോദരിമാർ, കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. അവരെ ഞാൻ വന്ദനം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം പങ്കുവെച്ചു എന്ന കഥാനദാസൻ, അനുഗ്രഹീത ദൈവദാസൻ പാസ്റ്റർ അനിൽ ബെന്നീസ് നമ്മളോടൊപ്പം ഉണ്ട്. പ്രിയപ്പെട്ടവനെ ദൈവം അനുഗ്രഹിക്കട്ടെ. വാത്സല്യ ഗാന ശുശ്രൂഷ നടത്തിയ ദൈവദാസന്മാർ, ദൈവമക്കൾ, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന കർത്തദാസൻ പാസ്റ്റർ ജെറി, ദൈവം സഹായിക്കട്ടെ. ഈ ഭവനത്തിൽ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന പാസ്റ്റർ ജോർജ് കുടുംബം, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ആദരണീയരായ എല്ലാ ദൈവദാസന്മാർ ഞാൻ ആളാം പ്രതി വന്ദനം ചെയ്യുന്നു. കർത്തദാസന്മാർ സദസ്യരുണ്ട്, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾ, അതുപോലെ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ബ്ലോക്ക് മെമ്പർ വാത്സല്യ, പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും ഞങ്ങൾ ഹൃദയംഗമായി വന്ദനം ചെയ്യുന്നു. നല്ലവരായ അയൽക്കാർ, നാട്ടുകാർ, ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളൊക്കെ കേൾക്കുവാൻ ഇടയായി തീർന്നു. ഇനി അല്പസമയം വളരെ ശാന്തമായിട്ട് നമുക്ക് തിരുവചനം ശ്രദ്ധയ്ക്കായിട്ട് ഒരുങ്ങാം. പാട്ടൊക്കെ പാടുമ്പോൾ ഇച്ചിരി ശബ്ദമൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. കാരണം പാട്ടിന് ശബ്ദം ഉണ്ടല്ലോ, ശബ്ദമല്ലേ പാട്ടെന്ന് പറയുന്നത്. അതിൽ താള, ലയ, ശ്രുതി, മധുരങ്ങളൊക്കെ അതിലൂടെ വരുമ്പം നല്ല പാട്ടുകൾ കേൾക്കുവാൻ നമുക്കിടയായി തീർന്നു. എന്നാൽ ഇന്ന് രാത്രി വീണ്ടും നാം ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ ശാന്തമായിട്ട് നമുക്ക് ദൈവസന്ധിയായിരിക്കാം. നമ്മുടെ വചനങ്ങളെയെല്ലാം തുറക്കാം. ഇന്ന് രാത്രി ദൈവവചന പ്രഘോഷണമായതുകൊണ്ട് പ്രാരംഭമായി തന്നെ ചില വചനഭാഗങ്ങൾ വായിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. കാരണം ബൈബിൾ പ്രഘോഷണമാണല്ലോ, വചനപ്രഘോഷണമാണല്ലോ ഇവിടെ നടത്തപ്പെടുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാമത് അധ്യായം. ഞാൻ ഒരു കാര്യം എല്ലാവരിലേക്കും ഗ്യാരണ്ടി ചെയ്യുകയാണ്. ഞങ്ങൾ എളിയവർ ഒരിക്കലും മത സമുദായ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നവരല്ല. ഞങ്ങൾ മുറിവ് കെട്ടുന്ന, മുറിക്കപ്പെട്ട, പാപത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി പഞ്ചക്ഷതങ്ങളേറ്റ കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയുടെ ഒരു ഭാഗമായി നിന്നുകൊണ്ടാണ് ഇന്ന് രാത്രി ആ ക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് മുൻവിധികളില്ലാതെ അല്പം തുറവിയോടെ ഞങ്ങളുടെ പ്രസംഗത്തെ, സന്ദേശത്തെ ശ്രദ്ധിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാമത് അധ്യായം, അതിൻ്റെ 14-ാമത്തെ വാക്യം. യെശയ്യാവ് 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇനിയും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാമത് അധ്യായത്തിൻ്റെ 6-7 തിരുവചനങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാമത് അധ്യായം 6-7. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവിടുത്തെ തോളിലിരിക്കും. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് എന്ന് പേർ വിളിക്കപ്പെടും. ആ വാക്യങ്ങൾ ഒന്നുകൂടെ ചേർന്ന് വായിക്കാം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഉറക്കെ പറഞ്ഞേ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവിടുത്തെ തോളിലിരിക്കും. ചേർന്ന് പറയാം. അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവിടുത്തെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവിടുന്ന് അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. വീണ്ടും വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാമത് അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാമത് അധ്യായം, അതിൻ്റെ 1-ാമത്തെ
രണ്ടാമത്തെ വാക്ക്, എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. മത്തായി എഴുതിയ സുവിശേഷം 1-ാമത് അധ്യായം. മത്തായി എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ. എല്ലാവരും പുസ്തകങ്ങൾ ആവോളം തുറക്കുക. മത്തായി എഴുതിയ സുവിശേഷം. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത് അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം. ഹല്ലേലൂയ. 2-ാമത്തെ അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, എല്ലാവരും ചേർന്ന് പറഞ്ഞ്, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകളെ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിലെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി ഓർമ്മിച്ച് പറയാം, അത്യുന്നതങ്ങളിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഒന്നുകൂടെ പറഞ്ഞ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഒരു വാക്യം കൂടെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത് അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ. ലൂക്കോസ് 4:18-19 വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കണേ. ലൂക്കോസ് 4:18-19 വാക്യങ്ങൾ ഒരുമിച്ച് ഉറക്കെ വായിക്കാം. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവിടുത്തെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടിവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. ഒന്നുകൂടെ വായിക്കാം. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവിടുത്തെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടിവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. ഇനി എന്നെ ശ്രദ്ധിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിന് മുമ്പ് എന്തിനാണ് ക്രിസ്തു ജഡാവതാരം എടുത്തത് എന്ന് വളരെ കൃത്യമായിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കും. അതാണ് സുവിശേഷത്തിൻ്റെ കാതലെന്ന് പറഞ്ഞത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. എന്തിനാണ് കർത്താവ് യേശു ക്രിസ്തു ജഡാവതാരം എടുത്തത്? ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചത് തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആണ് എന്ന് കാണുന്നു. അങ്ങനെ ദൈവിക സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, അവന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം ടു ചൂസ്. മനുഷ്യന് പ്രോട്ടോടൈപ്പ് അല്ല, ആരുടെയോ റിമോട്ട് കൺട്രോളിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരുവനായിട്ടല്ല, ദൈവത്തെക്കാൾ. അതുകൊണ്ടാണ് വചനം പറയുന്നു, അറിയാവുന്ന വാക്കെന്ന് പറഞ്ഞ്, ദൈവം മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ ആ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. എന്നാൽ ദൈവം മനുഷ്യനോട് ഒരു കൽപ്പന കൊടുത്തു. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് ജനുവരി 26 തിങ്കളാഴ്ചയാണ് നമ്മുടെ സ്വാതന്ത്ര്യം, റിപ്പബ്ലിക് ഡേ. അപ്പം നിയമ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ നാം കാണുന്നുണ്ട്. എന്നാലും സ്വാതന്ത്ര്യം റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തത്തോട് മാത്രമേ സ്വാതന്ത്ര്യത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒക്കത്തുള്ളൂ എന്ന് കാണാം. എന്നാൽ ദൈവം മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാം അനുഭവിക്കാം, പക്ഷേ
തോട്ടത്തിൻ്റെ നടുവിൽ ഒരു വൃക്ഷഫലമുണ്ട്, തിന്മയും നന്മയും നിശ്ചയിക്കുന്ന വൃക്ഷഫലം, അതിൽ നിന്ന് കഴിക്കുവാൻ പാടില്ല. അങ്ങനെ പറയുവാനായിട്ടൊരു കാരണമുണ്ട്. തിന്മയും നന്മയും നിശ്ചയിക്കാനുള്ള അധികാരം നമുക്കല്ല, പിന്നെ ആർക്കാണ്? ദൈവത്തിനാണ്. നമ്മുടെ കയ്യിൽ അധികാരം കിട്ടിയാൽ മനുഷ്യൻ തിന്മയെ നന്മയാക്കും, നന്മയെ തിന്മയാക്കും. അവരവരുടെ സ്വാതന്ത്ര്യത്തിന് തിരിക്കാനുള്ളതല്ല തിന്മ. ചില സാഹചര്യങ്ങളിൽ ചിലത് തിന്മയാകാം, ചിലത് നന്മയാകാം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ആരും പാമ്പിനെ കഴിക്കാറില്ല. എന്നാൽ ചൈനയിൽ ചെന്നാൽ പാമ്പിനെ കഴിക്കും. അപ്പോൾ ചൈനയിൽ ചെന്ന് പാമ്പിനെ കഴിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് ജീവനോടെ പോരത്തില്ല എന്നുള്ളത് മറ്റൊരു സത്യം. എന്നാൽ നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോൾ, അതുകൊണ്ടാണ് നാട്ടൊരു ചൊല്ലുണ്ട്, പാമ്പിനെ തിന്നുന്ന നാട്ടിൽ എന്തോ കഴിക്കണം, നടുവണ്ടങ്കം തന്നെ കഴിക്കണമെന്ന് പറയുക. അപ്പം ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം ആപേക്ഷികമാണെന്ന് പറയാം. ഉദാഹരണം പറഞ്ഞാൽ, നാഗാലാൻഡിൽ പട്ടിയെ കഴിക്കുന്നവരുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ ആരും അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പോൾ ചിലർ ചിലതിനെ വെറുക്കുന്നു, ചിലർ ചിലതിനെ ഭുജിക്കുന്നു, ചിലർ ചിലതിനെ ഭജിക്കുന്നു. എന്തു ആയിക്കൊള്ളട്ടെ, ആ ഒരു സ്വാതന്ത്ര്യമല്ല ഞാൻ പറയുക. പാപം എന്ന് പറയുന്നത് തിന്മയും നന്മയും നിശ്ചയിക്കുക. ആത്യന്തികമായ ദൈവിക വ്യവസ്ഥതയിൽ ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കേണ്ട മനുഷ്യൻ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്തു, പിശാചിൻ്റെ കെണിയിൽപ്പെട്ടു. അങ്ങനെ മനുഷ്യനെ എന്നും സെഡ്യൂസ് ചെയ്യുന്നതാണ് പാപമെന്ന് പറയുക. തിന്മയുടെ ശക്തി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. മനുഷ്യന് ആ ചതിയിൽ പെട്ടുപോയി. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അവർ കണ്ടു. വേദത്തിൽ ആഖാന്റെ പാപം രേഖപ്പെടുത്തുമ്പോൾ പറയുന്നുണ്ട്, കണ്ടു, മോഹിച്ചു, എടുത്തു. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അപ്പോൾ അങ്ങനെ മനുഷ്യൻ പാപത്തിൽപ്പെടുകയും മനുഷ്യൻ പാപികളായി മാറുകയും ചെയ്തു. പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു എന്ന് പറയുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമാകും. അങ്ങനെ മനുഷ്യരിലേക്ക് മരണം കടന്നു വന്നു. റോമർ 5:12, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൻ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. എന്നാൽ ആദം മുതൽ മോശ വരെ പാപം ചെയ്യാത്തവരിലും മരണം വാണിരുന്നു എന്ന് കാണുന്നു. മോശയുടെ കാലമായപ്പോൾ ദൈവം മനുഷ്യന് നിയമം കൊടുത്തു, ന്യായപ്രമാണം കൊടുത്തു. ആ ന്യായപ്രമാണമാണ് പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുക. ആ രൂപ ആരാധനകൾ, അതുപോലെ തന്നെ അന്യദൈവ ആരാധനകൾ, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത് ആദിയായ നിയമങ്ങളും നിയമങ്ങളുടെ ഉപകൽപ്പനകളും വിശദമായ കൽപ്പനകൾ നമുക്ക് പിന്നെ കാണുന്നുണ്ട്. അപ്പോൾ അത് ദൈവം മനുഷ്യന് കൊടുത്തത് പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. ലംഘനം പെരുക, എന്നാൽ നിയമം രക്ഷിക്കാനാണെങ്കിലും അകത്ത് കിടക്കുന്ന പാപം മനുഷ്യൻ്റെ അകത്ത് വ്യാപരിക്കുകയും നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്ത ഒരു തിന്മയുടെ പ്രമാണം അവനെ അതിന് ബദ്ധനാക്കിക്കൊണ്ട് അവനെ പാപത്തിന് അടിമയാക്കി കളഞ്ഞു. അങ്ങനെ മനുഷ്യൻ നിയമം മൂലം നിയമലംഘനം ഉണ്ടായി എന്ന് കാണുന്നു. നിയമം മൂലം നിയമലംഘനം ഉണ്ടായി. നിയമം മോശമല്ല, പക്ഷേ നിയമം അനുസരിക്കാൻ മനുഷ്യന് കഴിയാതെ പോകുന്നു. എൻ്റെ പ്രസംഗങ്ങൾ സാധാരണ കേൾക്കുന്നവരാണ് എൻ്റെ വിശ്വാസികൾ. എങ്കിലും ഒരു പൊതു വേദിയിൽ നിന്നുകൊണ്ട് സുവിശേഷം പറയുമ്പോൾ ഏറ്റവും ലഘുവായിട്ട് അത് പറയുക എന്നുള്ളതാണ് ഒരു പ്രസംഗകൻ്റെ ധർമ്മമെന്ന് പറയുക. എന്താണ് ഒരു പ്രസംഗകൻ്റെ ധർമ്മം എന്ന് ചോദിച്ചാൽ, അണ്ടർസ്റ്റാൻഡ് ദ ബൈബിൾ ഇൻ ഇറ്റ്സ് ഒറിജിനൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ബ്രിങ് ദ മെസ്സേജ് ഓഫ് ദ ബൈബിൾ ടു ദ പ്രസൻറ്റ് കോണ്ടെക്സ്റ്റ്. ഏറ്റവും ദൈവത്തിൻ്റെ വചനം അന്നത്തെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി ഇന്നിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് അതിനെ ഏറ്റവും ലളിതമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു പ്രഭാഷകൻ്റെ, ഒരു ബൈബിൾ വ്യാഖ്യാതാവിൻ്റെ ഏറ്റവും വലിയ ധർമ്മമെന്ന് പറയുക. അപ്പോൾ ആ ധർമ്മത്തിൽ ഇന്നുകൊണ്ട് പറയട്ടെ, മനുഷ്യന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനെന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പഠിക്കുന്ന പിള്ളേരൊന്ന് കൈവക്കാമോ? പഠിക്കുന്ന മക്കളൊക്കെ ഒന്ന് കൈവക്കിക്കേ. അവൾ തെക്കും പൊക്കും നോക്കുക, എന്നിട്ടാണ് കൈവക്കുക. അവൾക്ക് പോലും സംശയം പഠിക്കുക. 9ാം ക്ലാസ്സിലാണ്. പക്ഷേ അവൾക്ക് പഠിക്കുന്ന മക്കൾ കൈവക്കാൻ പറഞ്ഞപ്പോൾ കൊച്ചു കൈവക്കാൻ ഒത്തിരി താമസിച്ചു. കാരണം മുഖ്യം പഠനമാണോ എന്നുള്ളതാണ്. എന്നാലും പഠിക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അവൾ പഠിച്ചില്ലേ, അവിടെ അമ്മ അടിച്ച് പഠിപ്പിക്കുന്നതായതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട്, ആയിക്കോട്ടെ. എന്നാലും ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പൊന്നുമക്കളെ 10ാം ക്ലാസ്സിൽ ചെന്നപ്പോൾ, അന്ന് SSLC എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്, ഇന്ന് +2 ആണ്. അപ്പോൾ അന്ന് 10ാം ക്ലാസ്സിൽ കയറുമ്പോൾ 10ന് ഒരു സർട്ടിഫിക്കറ്റൊക്കെ കിട്ടും. അന്നത്തെ സർട്ടിഫിക്കറ്റ് ഒരു വിലയുള്ള സർട്ടിഫിക്കറ്റാണ്. 10ാം ക്ലാസ്സിൻ്റെ തോറ്റാണെങ്കിലും ജയിച്ചാണെങ്കിലും 10ൻ്റെ
സർട്ടിഫിക്കറ്റ് ഒരു സർട്ടിഫിക്കറ്റാ അല്ലേ? 10ന്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ അപ്പായുടെ അമ്മയുടെയും സർട്ടിഫിക്കറ്റ് എൻ്റെ ഇരിപ്പുണ്ട്. പപ്പ എത്ര വട്ടം എഴുതിയെന്ന് തമ്പുരാനെ അറിയത്തുള്ളൂ. എന്നാലും അവസാനം ജയിച്ചു കേട്ടോ. അവസാനം അപ്പച്ചൻ തന്നെ ട്യൂഷൻ എടുത്ത് പപ്പായെ 18 ട്യൂട്ടോറിയൽ കോളേജിൽ മാറി മാറി പഠിപ്പിച്ചു. കാരണം ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ 2 ആഴ്ച കൂടുതൽ അവരിരുത്തത്തില്ലായിരുന്നാണ് പറയുന്നത്. അവസാനം അപ്പച്ചൻ ട്യൂഷൻ എടുത്ത് അപ്പോൾ പാസ്സായി. ഏതായാലും ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഞാൻ 10ാം ക്ലാസ്സിൽ ചെന്നപ്പോൾ എൻ്റെ അപ്പ എനിക്ക് ഒരു സാധനം മേടിച്ച് തന്നു. അതിൻ്റെ പേര്, അത് വട്ടത്തിൽ ഇരിക്കും, 2 കാലുണ്ട്, മേശപ്പുറത്ത് വെക്കാം, ജനലേ വെക്കാം. അതിൻ്റെ മേളിലൊരു സുനയൊക്കെ ഉണ്ട്, പുറകിൽ കുറച്ച് കീ ഉണ്ട്. പേരറിയാമോ? ഇപ്പോൾ അത് ഇല്ലെങ്ങും. അതിൻ്റെ പേരെന്താ? ടൈം പീസാ. എന്തിനാ ടൈം പീസ് മേടിച്ച് തന്ന് ചോദിച്ചാൽ എന്തോ വെക്കാനാ? അലാറം വെക്കാനാ. അങ്ങനെ ഈ പുന്നാര മോന് നേരത്തെ കിടന്നുറങ്ങും. എപ്പോൾ എഴുന്നേക്കാനാ? വെളുപ്പിനെ എഴുന്നേക്കാനാ. പക്ഷേ വെളുപ്പിനെ എഴുന്നേക്കാൻ അലാറം വെച്ച ഞാൻ ഒരു കാര്യം ചെയ്യായിരുന്നു. 4 മണിയാകുമ്പം തലക്കിരുന്നുകൊണ്ട് ഇത് ഒറ്റ അടിയാ. ഉറങ്ങിയവരെല്ലാം ഉണർന്നല്ലോ. അവിടെ കിടന്നുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യും. എന്തോ ചെയ്യാനാ? കൈ നീട്ടി അതിൻ്റെ മേളിലൊരു ഞെക്ക് വെച്ച് കൊടുക്കും. എന്നിട്ട് പിന്നെയും കിടന്ന് എന്ത് ചെയ്യും? ഉറങ്ങും. പരീക്ഷ വന്ന് തലേ കയറും. തലേ ദിവസം ഇരുന്ന് പഠിക്കും. പഠിച്ചതെല്ലാം മറന്നു പോകും. അലാറം മേടിച്ചത് എന്ത് ചെയ്യാനാ? ഉണരാനാ. നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എന്ത് ചെയ്യുന്നില്ല, ഒക്കുന്നില്ല. ഇന്ന് നമ്മൾ ഈ ഡയറ്റിൻ്റെ ലോകത്താണ്. മിക്കവാറും എല്ലാം ഡയബറ്റിക്കാരാ. ഈ ഡയബറ്റിക്കാർ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന ദിവസം, ഇപ്പോഴത്തെ പിള്ളേർ മക്കളെ ഡയബറ്റിക് അല്ലേ എന്ന് ചോദിച്ചാൽ പറയും ഡോക്ടേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഡോക്ടറുണ്ടോ? ചീറ്റിംഗ് ഡേ എന്ന് പറയും. ദിസ് ഈസ് ദ ഡേ ഓഫ് ചീറ്റിംഗ്. അവർക്ക് കഴിക്കണമ്പോൾ അവരതിനെ എന്താക്കും? ചീറ്റിംഗ് ആക്കും. എൻ്റെ അമ്മ ഡയബറ്റിക് ആയിരുന്നു. മമ്മി മധുരം ഉപയോഗിക്കത്തേ ഇല്ലായിരുന്നു. രാവിലെ ഒരു ഗ്ലാസ് ചായയുമായിട്ട് ഇരിക്കും, പക്ഷെ കൈ പഞ്ചസാര കാണും. ഇടയ്ക്കിടയ്ക്ക് നക്കും. വല്ല കാര്യമുണ്ടോ? നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതൊക്കുന്നില്ല. അമ്മ പഞ്ചസാര ഇട്ട് ചായ കുടിക്കത്തില്ല, പക്ഷെ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? നക്കി കഴിക്കും. ഞാനപ്പോൾ അതാണ് കാര്യം. മനുഷ്യന് നന്മ ചെയ്യണമെന്ന് എന്തുണ്ട്? ആഗ്രഹമുണ്ട്. പക്ഷെ ഒക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് ഒക്കുന്നില്ല? അകത്ത് എന്ത് കിടക്കുകയാണ്? തെറ്റിക്കുന്ന ഒരു പ്രമാണം കിടക്കുന്നു. അതിൻ്റെ പേരാണ് എന്ത്? പാപം. ആഗ്രഹമുണ്ട്, ഉണ്ട്, പക്ഷെ ഒക്കുന്നുണ്ടോ? ഇല്ല. എന്നാലും ഒക്കാത്ത ഒരു കാര്യമാണ്. എന്നാലും ഇന്ന് മനുഷ്യൻ്റെ പാപം അവസ്ഥയാണ്. പാപം ഒരു അവസ്ഥയാണ്. അവസരം കിട്ടുമ്പോൾ ഈ പാപം എന്ത് ചെയ്യും? പുറത്ത് വരും. പാപം ഒരു അവസ്ഥയാണ്. അത് അവിടെ കിടക്കും. അതുകൊണ്ട് നമുക്കറിയാം, ഈ +2 വരെയൊക്കെ മര്യാദയ്ക്ക് ജീവിക്കുന്ന ചില പിള്ളേരുണ്ട്. നല്ല പിള്ളേരെ എനിക്ക് ഈ പിള്ളേരെ, ഇന്നത്തെ പിള്ളേരെ ഏറ്റവും ഇഷ്ടമാണ്. നിങ്ങളെക്കാട്ടും നല്ല പിള്ളേരാണ് പിള്ളേർ. നിങ്ങൾ എന്തോ പറഞ്ഞാലും പിള്ളേർ നല്ലതാണ്. ഞാൻ ഒരിടത്തൊരു ക്യാമ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ 11 വർഷം പ്രേമിച്ച ഒരു കൊച്ചിൻ്റെ കഥ പറയുക. 11 വർഷം പ്രേമിച്ച് കെട്ടിയിട്ട് അവർ പൊളിഞ്ഞു. ആ കഥ പറഞ്ഞപ്പോൾ മുമ്പിൽ കുറേ പിള്ളേർ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ 11 വർഷം പ്രേമിച്ച പിള്ളേരുടെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ അത്ര ആയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുമ്പിൽ ഇരുന്ന കൊച്ചു പറഞ്ഞു, ഇല്ലെങ്കിലേ 6 മാസം ആയുള്ളൂ. അപ്പോൾ എനിക്ക് അതിനോടങ്ങ് ഇഷ്ടം തോന്നി. കാരണം ഒന്നുമില്ല, അത് എന്തോ പറയും, സത്യം പറയും. പിള്ളേരെ എല്ലാം കൂടെ നിർത്തിയിട്ട് ക്യാമ്പിന് കയറ്റി ഒരു ഹോളിലോട്ട് കിടത്തുക. അപ്പം ഞാൻ മക്കളെ എല്ലാം കൂടെ നിർത്തിയിട്ട് പറഞ്ഞു, പൊന്നു മക്കളെ, നിങ്ങൾ ഹോളിൽ കിടക്കുന്ന വെള്ളം അകത്തിരുന്ന് ബീഡി വലിക്കരുത്. വലിക്കുകയാണെങ്കിലും പുറത്ത് വന്നേ വലിക്കാവൂ. ബീഡിക്കുറ്റി ഹോളിനകത്ത് വീഴരുത്. മുമ്പിൽ ഇരുന്നൊരു കൊച്ചൻ, ഞാൻ പ്രതീക്ഷിക്കാത്തൊരു പയ്യൻ എന്നെ പറഞ്ഞു, സത്യമായിട്ട് ഇല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് നിർത്തിയെന്ന്. അപ്പോൾ അവനൊന്നും ഇല്ലെങ്കിൽ അവനെന്തോ പറഞ്ഞു, സത്യം പറഞ്ഞു. അപ്പോൾ ഈ പിള്ളേർക്കൊക്കെ നല്ല പിള്ളേരാണ് പിള്ളേർ. എന്നാൽ ഈ 12ാം ക്ലാസ് വരെ നല്ല പിള്ളേരായിട്ട് ഇരിക്കുന്നവരെ ഇവിടുന്ന് ബാംഗ്ലൂരോട്ട് വിട്ടാൽ, കോട്ടയം കഴിയുമ്പോൾ ഇതുങ്ങൾ ചുരിദാർ വലിച്ചു കളയും. പിന്നെ അവർ നിക്കറൊക്കെ ഇട്ട് അവിടത്തെ കയറി ഡാൻസ് ചെയ്യും. എന്താ കാര്യം ചോദിച്ചാൽ, അവസരം കിട്ടുമ്പോൾ ഒറിജിനാലിറ്റി എന്ത് ചെയ്യും? പുറത്ത് വരും. കാരണം മനുഷ്യൻ്റെ അകത്ത് എന്ത് കിടപ്പുണ്ട്? പാപം കിടപ്പുണ്ട്. ഇതാണ് മനുഷ്യൻ്റെ പ്രശ്നം. പാപം മനുഷ്യനെ കൊണ്ട് തെറ്റി ഏൽപ്പിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം കിട്ടും, ശിക്ഷ കിട്ടും. ഏത് തെറ്റിനും എന്തുണ്ട്? ശിക്ഷയുണ്ട്. എനിക്ക് സുവിശേഷമാണ് പറയാനുള്ളത്. കാരണം കൺവെൻഷൻ പിന്നെ എന്താ പറയുക? സുവിശേഷമാണ് പറയേണ്ടത്. ഏത് തെറ്റിനും എന്തുണ്ട്? ശിക്ഷയുണ്ട്, ഇല്ലേ? ഏത് തെറ്റിനും എന്തുണ്ട്? ശിക്ഷയുണ്ട്. കുടിച്ചാൽ എന്തോ പോകും? അറിയണം. കുടിച്ചാൽ എന്തോ പോകും? കരൾ പോകും. വലിച്ചാൽ എന്ത് വരാം? ലങ് ക്യാൻസർ വരാം. ശംഭു ഇട്ടാൽ എന്തോ വരും? വായിൽ അർബുദം വരാം, ക്യാൻസർ വരാം. വരത്തില്ലേ? വരും. പക്ഷേ ശംഭു ഇട്ട്, ഞാൻ ഈ ശംഭുവിന് അന്ന് ഇപ്പോഴാണ് MDMA ഒക്കെ വരുന്നത്. അത് വരുന്നതിന് മുമ്പ് ധാരാളം മോചന യാത്ര നടത്തിയിട്ടുണ്ട് ലഹരിക്കെതിരെ. ഈ 26-ാം തീയതി നമുക്ക് അങ്ങനെ ഒരു യാത്രയുണ്ട്. അതിന് കാരണമായി തീർന്ന ഒരു കാര്യം, എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ ഞാൻ ഒത്തിരി നാളുകൂടെ കാണുമ്പോൾ അവൻ്റെ ചിരി ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുക. ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ, ശംഭു ഇട്ടിട്ട് ഇതം കെട്ടുപോയി.
അപ്പം ഞാൻ പറഞ്ഞു രക്ഷപ്പെട്ടല്ലോ, ഇനി നീ എവിടെ വെക്കും ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഈ മേളി കയറ്റി വെക്കുമെന്ന്. അപ്പം താഴത്തെ പോയിട്ട് എവിടെ വെക്കുക? മേളി വെക്കുക. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നിർത്താൻ ആഗ്രഹമുണ്ട്, ഒക്കുന്നുണ്ടോ? ഇല്ല. മനുഷ്യൻ്റെ അകത്ത് എന്ത് കിടക്കുന്നു? പാപം കിടക്കുന്നു. പാപം അവസരം കിട്ടുമ്പോൾ അവൻ എന്നെ ചതിക്കും. അതുകൊണ്ടാണ് പാപം അവസരം കിട്ടുമ്പം പുറത്തു വരും. അതിനാണ് ശിക്ഷ. പക്ഷേ നിയമം കൊടുത്തിട്ടും കാര്യമില്ല. നിയമം ഉള്ളത് കൊണ്ട് നിയമലംഘനം ഉണ്ടായി. ഈ നിയമലംഘനം ഉണ്ടാകുമ്പോഴാണ് ശിക്ഷ വരുന്നത്. ലോക കോടതിയും ദൈവ കോടതിയുമായിട്ട് ഒരു പ്രശ്നമുണ്ട്. ഇന്നാണ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. പക്ഷേ അതിന് എത്രയോ വർഷം മുമ്പ് വിശുദ്ധ വചനത്തിൽ പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ചിന്തനങ്ങളെ പോലും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം തെറ്റിന് ശിക്ഷയുണ്ട്. ഉണ്ടോ? തെറ്റിന് എന്തുണ്ട്? ശിക്ഷയുണ്ട്. വേദപുസ്തകം പറഞ്ഞു, മുഖത്തെ വേർപ്പോട് എന്ത് കഴിക്കണം? ഉപജീവനം കഴിക്കണം. ഇത്രയേ ഉള്ളൂ. വേർത്താൽ കഴിക്കണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? വേർതിരിക്കണം. ഗാന്ധിജിയും പഠിപ്പിച്ചു, ബ്രെഡ് ഫോർ ലേബർ. അധ്വാനിക്കാത്തവൻ കഴിക്കരുതെന്നുള്ളതാണ് ഗാന്ധിയൻ ഫിലോസഫി. ഗാന്ധിജി ഇന്നും ഗാന്ധിയൻ ഫിലോസഫിക്ക് ഈ ഉത്തരാധുനിക ലോകത്തും ധാരാളം സാധ്യതകളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോലും ഗാന്ധിയൻ ഫിലോസഫി പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഗാന്ധിയൻ ചിന്തകളിൽ അധ്വാനിക്കാത്ത ഒരാളും എന്ത് ചെയ്യാൻ പാടില്ല? കഴിക്കാനായിട്ട് പാടില്ല. കഴിക്കണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? അധ്വാനിച്ചിരിക്കണം. അതുകൊണ്ടാണ് മനുഷ്യരെല്ലാം രാവിലെ വേർത്തിട്ടായിരുന്നു കഴിക്കുന്നത്. അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് ചാരമൂതും, അടുപ്പിൽ നിന്ന് ചാരം വാരി അടുപ്പ് കത്തിച്ച് കഴിഞ്ഞ് വെള്ളം വെച്ചിട്ട് നേരെ ഇറങ്ങുന്നത് മുറ്റത്തോട്ടാണ്. ഒരു ചൂലെടുത്തോണ്ട് എന്തോ ചെയ്യും? മുറ്റം തൂക്കാൻ ഇറങ്ങും. വിശാലമായ മുറ്റമാണ് പണ്ടുള്ളത്. അതുകൊണ്ട് മിടുക്കി അമ്മായിമ്മമാരാണെങ്കിൽ ചെറിയ ചൂലയെ കൊടുക്കത്തുള്ളൂ. എന്തിനാണെന്നറിയാമോ? ചെറിയ ചൂല് കുനിഞ്ഞു നിന്ന് എന്ത് ചെയ്യണം? തൂക്കണം. അങ്ങനെ കുനിഞ്ഞു നിന്ന് തൂത്താൽ അവർക്ക് വയറി ആടത്തില്ല. അതുകൊണ്ടാണ് മോഡേൺ ചേച്ചിമാരെല്ലാം ഫ്ലാറ്റിൽ താമസിക്കേണ്ടത്. എന്തോ തൂക്കണ്ട? മുറ്റം തൂക്കണ്ട. പകരം പെര പോലും തൂക്കണ്ട. പല വീട്ടിൽ ചെന്നാലും ഇപ്പോൾ ഒരു സാധനം ഇങ്ങനെ ഓടി നടക്കും. അതിൻ്റെ പേരെന്നാ? വാക്വം ക്ലീനർ മാത്രമല്ല, വേറെ സാധനമുണ്ട്. ചാർജ് ചെയ്തിട്ടാൽ മതി. അവൻ കട്ടിലിൻ്റെ അടിയിലും എല്ലായിടത്തും കയറി വൃത്തിയായിക്കൊണ്ട് വരും. ഒരു പണിയും ചെയ്യാത്തവരാണ് ജിമ്മിൽ പോയി ചാടേണ്ടി വരുന്നത്. കാരണം അവർക്ക് വേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു പ്രിയരെ, കർത്താവ് പറഞ്ഞു, വേർത്തില്ലെങ്കിൽ കഴിക്കാൻ പാടില്ല. മനുഷ്യൻ വേർക്കാതെ കഴിച്ചപ്പോഴാണ് ശിക്ഷ കിട്ടി. ആ ശിക്ഷയുടെ പേരെന്താ? വേർക്കാതെ കിട്ടിയ ശിക്ഷയുടെ പേരെന്താ? ഡയബറ്റിക്, പ്രഷർ, കൊളസ്ട്രോൾ. എങ്ങനെ അറിയാം? ഓഞ്ഞ തോള് കണ്ടാൽ അറിയാം. അറിയത്തില്ലേ? ഓരോരുത്തരുടെയും ഈ ഡയബറ്റിക് കുറച്ച് കഴിയുമ്പോൾ ഓഞ്ഞു പോകുന്നത് കണ്ടാൽ അറിയാം. എന്തുകൊണ്ട്? ഡയബറ്റിക് ഉണ്ട്. എന്താ ഓയാൻ കാര്യം? കഴിച്ചപ്പം വേർക്കാതെ കഴിച്ചു. ഡോക്ടറെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, 45 മിനിറ്റ് എന്ത് ചെയ്യണം? കൈവീശി നടക്കണം. കൈവീശി നടക്കാൻ ഇറങ്ങിയവനെ വണ്ടി ഇടിച്ചെന്ന് കേട്ടപ്പോൾ എനിക്കങ്ങ് സങ്കടമായിപ്പോയി. കാരണം നടന്നില്ലായിരുന്നേ പുള്ളി ഒരു 70 വരെ അങ്ങ് ഓടിയനെ. എന്നാലും വണ്ടിയുടെ ഒരു കഥ ഈ കോഴഞ്ചേരി റൂട്ടിൽ നടന്നാണ്. വിജയകുമാർ പാസ്റ്റർ ഞാനും കൂടെ ഒരിക്കൽ എന്നെ വെളുപ്പിനെ ചെങ്ങന്നൂർ കൊണ്ട് വിടാൻ വേണ്ടി, അന്ന് ട്രെയിനിലാണ് യാത്ര. വെളുപ്പിനെ എന്നെ കൊണ്ട് പോവുക. ഇപ്പോൾ ഒരു 4 മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ചെങ്ങന്നൂർ ട്രെയിൻ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ ഈ വണ്ടിയുടെ പുറകെ ഇരിക്കുകയാണ്. ബൈക്കിൻ്റെ പുറകെ ഇരുന്നപ്പോൾ എനിക്കങ്ങ് ഉറക്കം വന്നു. ഞാൻ ബൈക്കിൻ്റെ പുറകെ ഇരുന്ന് ഉറങ്ങിയപ്പോൾ വിജയകുമാർ പാസ്റ്റർ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, അച്ഛാ ഇത് കാറല്ല ബൈക്കാണ്. ഉറങ്ങിയ അച്ഛനും താഴെ പോവും, ഞാനും താഴെ പോവും. ഉറങ്ങരുത്. എനിക്കാണെ ഉറക്കം നിയന്ത്രിക്കാൻ വയ്യ. ഞാൻ അവനോട് പറഞ്ഞു, മക്കളെ എവിടെയെങ്കിലും പൈപ്പ് കാണുവാണെങ്കിൽ ഒന്ന് നിർത്തിയേക്കണം, ഞാൻ മുഖം കഴുകാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞാൻ പുറകിരിക്കുകയാണ്. മുണ്ടൊക്കെ വെളുപ്പിനെയല്ലേ, മുണ്ടൊക്കെ മടക്കി കുത്തിയിരിക്കുക. ഏതായാലും ഈ ചെറുകോൽപ്പുഴ റൂട്ടിൽ വരുമ്പോൾ ഒരാൾ രാവിലെ ഇങ്ങനെ നടക്കുക. ഇയാളെ ഓവർടേക്ക് ചെയ്തപ്പോൾ റോഡിലൊരു പൈപ്പ് കണ്ടു. പൈപ്പെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ നിർത്തി. ഞാൻ പുറകിൽ നിന്ന് മണ്ടൊക്കെ മടക്കി കുത്തിയിരിക്കല്ലേ, വീശി ഇറങ്ങി അയാൾ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ഒരു ഓട്ടം ഓടി. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതിരിപ്പുണ്ട്. പാവം നടക്കാൻ ഇറങ്ങിയവർ ഓർത്തു കൊട്ടേഷൻകാർ വല്ലതും ആയിരിക്കും രാവിലെ. ഏതായാലും എൻ്റെ പൊന്നെ, കർത്താവ് പറഞ്ഞ് മുഖത്തെ വേർപ്പോടെ നീ എന്ത് കഴിക്കണം? ഉപജീവനം കഴിക്കണം. ഇപ്പം വേർപ്പാതെ കഴിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടത്തില്ലേ? കിട്ടി. അപ്പം പിന്നെ തെറ്റിന് ശിക്ഷ കിട്ടും. തെറ്റിനെല്ലാം ശിക്ഷയുണ്ട് കേട്ടോ. ഈ ലോകത്തിൽ തന്നെ ശിക്ഷ കിട്ടും, ഇല്ലേ? ലോകത്തിൽ തന്നെ ശിക്ഷ കിട്ടും. ഒരാണ് ഒരു പെണ്ണ് ദൈവത്തിൻ്റെ വ്യവസ്ഥതയാണ്. പോരാ, ഒത്തിരി വേണമെന്ന് പറഞ്ഞു. ശിക്ഷ കിട്ടി. എയ്ഡ്സ് എന്ന മാരക രോഗം ലോകത്തിലേക്ക് വന്നു. ഏത് തെറ്റിനും എന്തുണ്ട്? ശിക്ഷയുണ്ട്. പക്ഷേ ദൈവകോടതിയുടെ ഒരു ശിക്ഷ നിങ്ങൾ മറന്നു പോകരുത്. ഇവിടുത്തെ കോടതിയുടെ ശിക്ഷ മരണം കൊണ്ട് തീരും. തൂക്കിക്കൊല്ലാൻ കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പ് ആൾ കാഞ്ഞു പോയാൽ
പിന്നെ തൂക്കി കൊല്ലുവോ? ഇല്ല. പിന്നെ തൂക്കി കൊല്ലത്തില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊടാൻ പാടില്ല. മൃതദേഹത്തോട് അനാദരവ് കാണിക്കരുത്. പുരാതനമായ ഒരു നിയമമാണ്, മൃതദേഹത്തോട് അനാദരവ് കാണിക്കരുത്. എന്നാൽ ദൈവകോടതിക്ക് ഒരു പ്രശ്നമുണ്ട് മക്കളെ. ചത്തുപോയാലും പൊക്കിയെടുത്തുകൊണ്ട് നിർത്തും, ലൈവായിട്ട് നിർത്തും. വചനം പറഞ്ഞേ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കും. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അപ്പം തെറ്റിന് എന്തുണ്ട്? ശിക്ഷയുണ്ട്. എന്നാൽ ദൈവകോടതിയുടെ ശിക്ഷ മരിച്ചാലും തീരത്തില്ല. അപ്പം എന്നിട്ടും മനുഷ്യൻ തെറ്റ് ചെയ്യാൻ തുടങ്ങി, കാരണം ഒക്കുന്നില്ല. അപ്പോഴാണ് തമ്പുരാൻ ശിക്ഷ കഠിനമാക്കി ശിക്ഷയുടെ പേരാണ് ശാപം എന്ന് പറയുക. കേഴ്സ്, ശാപം. ശാപം എന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ മക്കളായ മക്കളൊന്നും സമ്മതിക്കത്തില്ല. പക്ഷെ എൻ്റെ പൊന്നോമന മക്കളോട് ഞാൻ പറയാണ്, ഈ അപ്പനും അമ്മയും ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ. നിങ്ങളത് മറക്കരുത് കേട്ടോ. ഈ അപ്പനും അമ്മയും ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ. മക്കളത് മനസ്സിലാക്കത്തില്ലെന്നുള്ളൊരു സത്യമാണ്. മക്കൾക്ക് വേണ്ടിയാ. ഞാൻ ഒരിക്കൽ കേട്ട ഒരു സംഭവമുണ്ട്. ഞാൻ അവിടെ ചെന്നു കേട്ടോ. ഞാൻ ആ ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നു. അതിൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും നമ്മൾ ചില കാര്യങ്ങൾ മറക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിലൊരു സംഭവമാണത്. ഏതായാലും ഒരു അമ്മ ലേറ്റായിട്ടുണ്ടായ, അമ്മയ്ക്ക് കാത്തിരുന്നുണ്ടായ ഒരു കുഞ്ഞുമായിട്ട് ഇങ്ങനെ റോഡേ പോകുമ്പോൾ ഒരു തീർത്ഥാടക വാഹനം വന്നിട്ട് ഉറങ്ങിപ്പോയിട്ട് അമ്മയെ ഇടിച്ചു. അമ്മയും കുഞ്ഞും കൂടെ തെറിച്ചു പോയി. കണ്ടു ഇന്നവർ പറഞ്ഞൊരു കാഴ്ചയുണ്ട്. ഈ അമ്മ തെറിച്ചു പോയപ്പം കൈ കുഞ്ഞുണ്ടായിരുന്നു. തെറിച്ചു പോയ അമ്മ ഒരു മതിലെ ചെന്ന് ഇടിച്ച് തല തല്ലി മരിച്ചുപോയി. പക്ഷേ ഈ പോക്കിനിടയ്ക്ക് അമ്മ കുഞ്ഞിനെ എറിഞ്ഞു. കുഞ്ഞ് ഒരു കപ്പക്കാലെ ചെന്ന് വീണു. കുഞ്ഞ് മരിച്ചില്ല. എന്നാ കാര്യം? മരണത്തിലേക്ക് പോകുമ്പോഴും അമ്മയുടെ ചിന്ത കുഞ്ഞിനൊന്നും എന്ത് ചെയ്യരുത്, പറ്റരുത്. എത്രയോ കൊച്ചുങ്ങൾ ആറ്റി ചാടുമ്പോൾ കൂടെ ആര് ചാടും? അമ്മ കണ്ടോണ്ട് നിൽക്കുകയാണെങ്കിൽ നീന്തറിയാമെങ്കിലും നീന്തറിയത്തില്ലേലും അമ്മ എന്ത് ചെയ്യും? ചാടും. അതാണ് അമ്മ എന്ന് പറയുക, അല്ലേ? അവർ നോക്കി നിൽക്കാൻ ഒക്കത്തില്ല. നിങ്ങൾ അങ്ങനെ ഒരു സംഭവ കഥ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നടന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ കുഞ്ഞ് ഭയങ്കര സുന്ദരിയ, പഠിച്ചു കോളേജിലാണ്, ഭയങ്കര മിടുക്കിയാണ്. പക്ഷേ ആ മിടുക്കിയായ കുട്ടി ആ സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും ഒക്കെ മിടുക്കിയായതുകൊണ്ട് അവിടെ ക്ലാസ്സിലെ ഏറ്റവും ഉന്നത കുലജാതരൊക്കെ അവിടെ കൂട്ടുകാരാ. അങ്ങനെ അടിപൊളി ടീം ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ അമ്മ അവർക്ക് വെള്ളമെല്ലാം കൊണ്ട് കൊടുത്തു. പക്ഷേ ഈ അമ്മ നാട്ടിലെ ഒരു പഴയ ഭാഷയിൽ പകുതി വെന്തു പോയൊരു സ്ത്രീയാണ്. മുഖം വിരൂപോ, കണ്ണൊക്കെ ഇങ്ങനെ വൈകൃതപ്പെട്ടിരിക്കുക. അപ്പോൾ ഇവർക്ക് കൊണ്ട് വെള്ളവും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്തിട്ട് അമ്മ പോയപ്പോൾ അമ്മ കേട്ടൊരു കാര്യമാണ്. കൊച്ചു പതുക്കെ ചോദിക്കുന്നു. കൊച്ചിനോട് കൂട്ടുകാർ ചോദിച്ചു, ഹൂ ഈസ് ദിസ് ലേഡി? ആരാണ് ഇത് ലേഡി എന്ന് ചോദിച്ചപ്പോൾ അവൾ പതുക്കെ ഉത്തരം പറഞ്ഞു, ഇത് ഞങ്ങളുടെ വീട്ടിലെ സെർവൻ്റ് ആണെന്ന് പറഞ്ഞു. അമ്മ ഒന്നും മിണ്ടിയില്ല. പക്ഷെ പോയപ്പോൾ അമ്മ അവളോട് പറഞ്ഞു, കൂട്ടുകാരെല്ലാം പോയപ്പോൾ, മോളെ, നിന്നെ കാണുന്നവരെല്ലാം, എന്നെ കണ്ടിട്ടുള്ളവർ നിന്നെ കാണുമ്പം പറയും, ആരെ പറിച്ചു വെച്ചതുപോലെ, അമ്മയെ പറിച്ചു വെച്ച പോലെ അമ്മയ്ക്ക് നിന്നെക്കാട്ടിലും സൗന്ദര്യമായിരുന്നു. പക്ഷെ നമ്മുടെ വീടിന് തീ പിടിച്ചപ്പോൾ എല്ലാവരും എന്നെ വിലക്കിയിട്ടും തീക്കകത്തൂടെ ഓടി നിന്നെ എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് എറിഞ്ഞപ്പോൾ നീ രക്ഷപ്പെട്ടു. പക്ഷെ എനിക്ക് എന്തോ പിടിച്ചു? തീ പിടിച്ചു. ഞാൻ വിരൂപിയായിട്ട് മാറി. ഇതുപോലെ മക്കൾ ജീവിക്കുന്നത്, അമ്മയ്ക്ക് അപ്പനും ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാ. അത് മറന്നു പോകരുത്. അത് മറന്നൊരിക്കലും പോകരുത് കേട്ടോ. മക്കൾക്ക് വേണ്ടിയാണ് ആര് ജീവിക്കുക? അമ്മ ജീവിക്കുക. മാധവക്കുട്ടിയുടെ ഒരു കഥയുണ്ട്. ആ കഥ എൻ്റെ ഓർമ്മയിൽ കോലാടം എന്നുള്ള ഒരു കഥയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും കഥയ്ക്കകത്ത് ഇത്രയേ ഉള്ളൂ. അമ്മ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ മക്കൾ പറയും, അമ്മയുടെ കാലമൊക്കെ കണ്ട ആടിൻ്റെ കാല് പോലെ ഇങ്ങനെ നീണ്ട കാല. ഒരു ദിവസം കൊച്ചിൻ്റെ സ്കൂളിലെ കലാപരിപാടി നടക്കുമ്പോൾ അവനും എന്തോ ഉണ്ട്. അമ്മ കുഞ്ഞിനോട് ചോദിച്ചു, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചപ്പം കുഞ്ഞു പറഞ്ഞു, അമ്മയെ കണ്ട ഒരു കോലാട് പോലെ ഇരിക്കുന്നത്, അമ്മ വരണ്ടെന്ന് പറഞ്ഞു. അമ്മ ഒന്നും മിണ്ടിയില്ല. കാലം മുമ്പോട്ട് പോയി. ഒരു ദിവസം അമ്മ മയങ്ങിപ്പോയ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ നിന്ന് സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് ഐസിയുലോട്ട് അമ്മയെ ഷിഫ്റ്റ് ചെയ്യുമ്പം പെട്ടെന്ന് ഈ സ്ട്രെച്ചറിൽ ഇരുന്ന് അമ്മ ചാടി അബോധാവസ്ഥയിൽ എഴുന്നേറ്റു. എന്നിട്ട് ഒരൊറ്റ അല, എന്നിട്ട് വീണ്ടും അതുപോലെ മയങ്ങി വീണു. അലച്ചത് എന്നാന്നറിയാമോ? അടുക്കളയിൽ പരിപ്പ് കരിയുന്ന മണം വരുന്നു. അടുക്കളയിൽ എന്തോ വരുന്നു? പരിപ്പ് കരിയുന്ന മണം വരുന്നു. അതാണ് അമ്മ. അപ്പോൾ ഓർത്തണം, അപ്പനും അമ്മയും ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടി. അപ്പോൾ ഈ മക്കൾക്ക് ദോഷം വരുന്ന ഒന്നും അപ്പനും അമ്മയും ചെയ്യത്തില്ലെന്നുള്ള കാര്യം. പക്ഷേ മനുഷ്യൻ്റെ അകത്ത് കിടക്കുന്ന പാപം
പിന്നെ എന്ത് ചെയ്യിപ്പിച്ചു? ദോഷം ചെയ്യിപ്പിച്ചു. മക്കളെക്കാട്ടിലും ഇഷ്ടമാണ് ആരെ? മക്കളുടെ മക്കൾക്ക് ദോഷം വരുന്നത് ചെയ്യുമോ? ഇല്ല. കൊച്ചുമക്കൾ വൃദ്ധൻ്റെ കിരീടമാണ് എന്ന് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷേ പാപം മനുഷ്യനെ വീണ്ടും തെറ്റി ചെയ്യിപ്പിച്ചപ്പോൾ മനുഷ്യൻ്റെ മേൽ എന്ത് വന്നു? ശാപം വന്നു. എങ്ങനെ ശാപം വരാം? ഈ ദുർമന്ത്രവാദങ്ങൾ ശാപം വരുത്താം. രസകരമായ ഒരു കാര്യം, എൻ്റെ ഭാര്യ വീടിനടുത്ത് നടന്നത് ഇപ്പോൾ വൈറലാകുന്നുണ്ട്. ന്യൂസൊക്കെ വന്നു. കൂടോത്രം വെച്ചത് മാറിപ്പോയി. അത് നമ്മുടെ ഭാര്യ വീടിനടുത്തുള്ളൊരു സ്ഥലത്താണ്. എന്നാലും ഈ ഉത്തരാധുനിക ഈ അടുത്തിടയ്ക്ക് ഒരു മനുഷ്യൻ്റെ എൻ്റെ ഒരു സുഹൃത്ത് ഈ കുമ്പനായിട്ടുള്ളത്, പുള്ളി ഈ ബിൽഡറാണ്. ആ ബിൽഡറുടെ അവിടെ മാന്തിയപ്പം വലിയൊരു കുടം കിട്ടി. ആ കുടത്തെക്കുറിച്ച് തിരക്കിയപ്പോൾ 1.5 ലക്ഷം രൂപയാണ് ആ കുടം കൂടോത്രം ചെയ്യാൻ. പുള്ളിക്കാരൻ അത് OLS-ലിട്ടു വിൽക്കാൻ. കുടം OLS-ലിട്ടിട്ടുണ്ട് വിൽക്കാൻ. കൂടോത്രം കിട്ടിയ സാധനം തിരക്കിയപ്പം ആ കൂടോത്രത്തിൻ്റെ വില എന്താ? 1.5 ലക്ഷം രൂപയാണ്. ദുർമന്ത്രവാദങ്ങളെക്കുറിച്ച് പറയാനല്ല, എന്നാലും അവരനെ ഓടിക്കാൻ ദുർമന്ത്രവാദം ചെയ്യുമ്പോൾ അത് നമുക്ക് ശാപം വരുത്തും. പിന്നെ അന്യൻ്റെ ഭാര്യയെ വളയ്ക്കരുത്. ഇന്ന് ട്രെൻഡാണ്. ഈ ആൻറ്റിമാരെ തന്നെ വളയ്ക്കാൻ വേണ്ടി ഇരിക്കുന്നവന്മാരുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, പിള്ളേരെ വളച്ചാൽ ചിലവാണ്, ഭയങ്കര ചിലവാണ്. ഈ പിള്ളേരെ കൊണ്ട് നടക്കാൻ ചുരിദാർ മേടിച്ചു കൊടുക്കണം. ഇതുങ്ങൾ മേടിപ്പിക്കുകയും ചെയ്യും. കാരണം എൻ്റെ കൂടെ നടക്കുന്ന ഒരു പയ്യൻ പറഞ്ഞു, ഇടയ്ക്ക് ചെന്നപ്പോൾ അവനോർത്ത് ഒരുമാതിരിപ്പെട്ട നമ്മുടെ കൂട്ടത്തിൽ ഒരു പെണ്ണിനുമായിട്ട് പ്രേമമായിരുന്നു. ചെന്നപ്പോഴാണ് മനസ്സിലായത് അവൾ എടുത്തത് 5000 രൂപയുടെ ചുരിദാറാണ്. ഇല്ലെന്ന് പറയാനൊക്കെ. പിന്നെ അവൻ എങ്ങാണ്ടൊന്നും GPay മേടിച്ചു കൊടുത്ത് അവൾ വേറൊരുത്തിനെ കെട്ടി പോവുകയും ചെയ്തു. എന്തോ ചെയ്യാനാ, ഇതുങ്ങൾ ഭയങ്കര ചിലവാണ്. അപ്പം പക്ഷേ പിള്ളേരുടെ ഒരു ട്രെൻഡുണ്ട്. ആൻറ്റിമാരെ വളച്ചാൽ അങ്ങോട്ട് ചിലവ് ചെയ്യേണ്ട, ആൻറ്റിമാർ ഇങ്ങോട്ട് ചിലവ് ചെയ്തോളൂ. പക്ഷേ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ പുറത്ത് ബന്ധങ്ങൾ തേടി പോകുമ്പോൾ അതെന്ത് വരുത്തും? ശാപം വരുത്തും. ഇനി മറ്റൊരു കാര്യം, ഒരു പെൺകുഞ്ഞിനെ ഒരുത്തം പഴപ്പിച്ചാൽ അവൻ്റെ അമ്മ പ്രാഗത്തില്ലേ, എൻ്റെ കൊച്ചിനെ പഴപ്പിച്ചോ മുടിഞ്ഞു പോകുമെന്ന് പറയും. ഉള്ളിത്തട്ടി പ്രാഗെന്നൊക്കെ കാരണം കൂടാത്ത ശാപം ഏക്കത്തില്ല. ഉള്ളിത്തട്ടി പ്രാഗിയ എന്ത് ചെയ്യും? ഏക്കും അല്ലേ? അപ്പം അധാർമികമായ ലൈംഗിക ജീവിതങ്ങൾ എന്ത് വരുത്താം? ശാപം വരുത്താം. മനസ്സിലായോ? അധാർമികമായ ലൈംഗിക ജീവിതങ്ങൾ എന്ത് വരുത്താം? ശാപം വരുത്താം. മറ്റൊന്ന്, ഈ അപ്പനെ അമ്മയും പീഡിപ്പിക്കുന്നത് എന്ത് വരുത്തും? ശാപം വരുത്തും. മനസ്സിലാക്കണേ, ശാപം വരുത്തും. ദൈവദാസന്മാർക്കെതിരെ ഉപദ്രവം നടത്തുന്നത് ശാപം വരുത്തും. മത പുരോഹിത വർഗത്തിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ഭയപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല. കളിക്കുമ്പോൾ നമ്മൾ ഓർത്ത് കളിക്കണേ. പലപ്പോഴും ഇതെല്ലാം എന്ത് വരുത്തും? ശാപം വരുത്തും. അങ്ങനെ ശിക്ഷയും ശാപവും മരണവും മനുഷ്യനെ വേട്ടയാടിയപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അവൻ വിവിധ കർമ്മങ്ങൾ നടത്താൻ തുടങ്ങി. എന്നാൽ കർമ്മങ്ങൾ കൊണ്ടുള്ള ഒരു പ്രശ്നം, വീണ്ടും പരിഹാരം ചെയ്യും, വീണ്ടും പാപം ചെയ്യും, വീണ്ടും പരിഹാരം, വീണ്ടും പാപം. പരിഹാരമില്ലാത്ത പാപപരിഹാര പ്രക്രിയകൾ എബ്രായ ലേഖനത്തിൽ പറയുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് ഉത്തരവെന്താണ്? ദൈവം മനുഷ്യൻ മൂലം പാപമുണ്ടായതുകൊണ്ട് പാപപരിഹാരവും മനുഷ്യൻ മൂലം ഉണ്ടാകേണ്ടതിന് കാലസമ്പൂർണതയിൽ ബൈബിൾ പ്രവചനങ്ങളുടെ നിവൃത്തിയായി നമുക്ക് ഒരു ശിശു അവതരിച്ചു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവം ആരായി മാറി? മനുഷ്യനായി മാറി. പ്രധാനപ്പെട്ട ദൗത്യമാണ് അവിടെ എഴുതിയിരിക്കുക. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പായിരിക്കുക കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും ഏവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. അതെന്തുകൊണ്ടാണ് ചോദിച്ചാൽ, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുമെന്ന് പറയുമ്പോൾ രോഗമില്ലാത്തവന് അതിൻ്റെ വലിയ ആവശ്യം വരത്തില്ല. യേശുക്രിസ്തു സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുമെന്ന് പറയുമ്പോൾ എനിക്കറിയാവുന്ന ഒത്തിരി മനുഷ്യരുണ്ട്, ജീവിതത്തിൽ ഒരിക്കൽ പോലും കടം മേടിക്കാതെ ചുരുങ്ങി ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുള്ളത് കൊണ്ട് ഒതുങ്ങി ജീവിക്കുന്നവരുണ്ട്. അവർക്ക് എന്തില്ല? കടമില്ല. അപ്പോൾ അവരോട് നമ്മൾ കടത്തിൽ നിന്ന് വിടുവിക്കുന്നു പറയുമ്പോൾ അത് അവരെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ബാധിക്കത്തില്ല. നല്ല മിടുക്കരായ പഠിച്ച മക്കളുള്ളവർക്ക് മക്കളുടെ പ്രശ്നത്തിൽ ദൈവം ഇടപെടുമെന്ന് പറയുമ്പോൾ അവരതിനെ ബാധിക്കത്തില്ല. പക്ഷേ സർവ്വ മനുഷ്യനെയും ബാധിക്കുന്ന ഒരു വിഷയമുണ്ട്, പാപം എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും ഏവരും
അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്ന് ക്രിസ്തുവിൻ്റെ വചനം നമ്മളെ പഠിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ജഡാവതാരം എടുക്കുകയും ആ ജഡാവതാരം എടുത്ത ക്രിസ്തു 30 വയസ്സ് വരെ മാതാപിതാക്കൾ കീഴ്പ്പെട്ട് ജീവിക്കുകയും 3.5 വർഷക്കാലം അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ താൻ ദൈവപുത്രൻ തെളിയിക്കുകയും ചെയ്തു. ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് പീലാത്തോസ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സകല വിചാരണകളും നടത്തിയിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് ഒരു കൽപ്പന പറഞ്ഞത് വിശുദ്ധ വചനത്തിലുണ്ട്. ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളുടെ മതം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം, വിശ്വാസം വ്യക്തിപരമായ കാര്യം. എങ്കിലും മനസാക്ഷിയെ ഉണർത്തി ഒരു ചോദ്യം ചോദിക്കുക. ഒരു കോടതി ഒരു പ്രതിയെ നോക്കി പറയുന്നു, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്ത വിധിവാചകം എന്താ വരേണ്ടത്? ഈ കോടതി ഈ പ്രതിയെ എന്ത് ചെയ്യുന്നു? നിരുപാധികം വിട്ടയക്കുന്നു. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ഇതം പ്രഥമമായും പിന്നെ ഒരിക്കലും സംഭവിക്കാത്ത പോലെയും ഒരു കോടതിയുടെ വായിൽ നിന്നൊരു വാക്ക് വന്നു, ഈ പ്രതിയിൽ ഒരു തെറ്റുമില്ല, അതുകൊണ്ട് ഞാൻ അവനെ അടിപ്പിച്ച് വിട്ടയക്കും. ഇത് കേട്ട താമസം ക്രിസ്തുവിനെ ഒരു കൽത്തുറങ്കിൽ കുനിച്ചു നിർത്തി റോമൻ ചാട്ടകൾ കൊണ്ട് അടിക്കാൻ തുടങ്ങി. റോമൻ ചാട്ടകൾക്ക് പല ലെയറാണ്. ആഞ്ഞു വീണു, അടിച്ചു താണു, എടുക്കുമ്പോൾ മാംസം അവത്തെ പറ്റിപ്പിടിച്ചു. ആ മാംസം കഴുകി അടുത്തിരിക്കുന്ന ഒരു ബക്കറ്റിൽ, ഒരു തളത്തിൽ കഴുകിയെടുത്ത് വീണ്ടും അടിച്ചു. എന്തിനാണ് അടിച്ചതെന്ന് വചനം പറയുന്നു. റോമർ 8:1. ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധിയില്ല. മുഴുവൻ മനുഷ്യൻ്റെയും പാപത്തെ വഹിച്ചുകൊണ്ട് ഒരുവനാൽ എല്ലാവരും പാപികളായെങ്കിൽ ഒരുവൻ്റെ അനുസരണത്താൽ എല്ലാവരും നീതീകരിക്കപ്പെടേണ്ടതിന് അവൻ നമ്മുടെ പാപത്തെ വഹിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ക്രൂശിന്മേൽ കയറി. ജഡത്താലുള്ള ബലഹീനത നിമിത്തം റോമർ 8:3 ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ, നിയമത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ക്രിസ്തു നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറുകയും നമ്മുടെ ശിക്ഷ അവിടെ നീക്കുകയും ചെയ്തു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശിക്ഷയേറ്റു. എന്നാൽ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധിയില്ല. എല്ലാവരും പറഞ്ഞേ, ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധി. എന്തെങ്ങനെ ക്രിസ്തുവേശുവിലാകാം? റോമർ 10:9. കർത്താവായ യേശുവിനെ കർത്താവെന്ന് ഹൃദയത്തിൽ കൊണ്ട് സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുമ്പോൾ നാം ആരായി? ക്രിസ്തുവിലായി. അത് രക്ഷയാണ്. ആ രക്ഷ സൗജന്യമാണ്. അവൻ തൻ്റെ ജനത്തെ രക്ഷിക്കുകയാണ് പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന്. രക്ഷ സൗജന്യമാണ്. എല്ലാവരും പറഞ്ഞ് രക്ഷ എന്താണ്? സൗജന്യമാണ്. പക്ഷെ സൗജന്യമായതുകൊണ്ട് അത് ചീപ്പല്ല. അതുകൊണ്ടാണ് ബോണോഫർ എന്ന ജർമ്മൻ ദൈവശാസ്ത്രജ്ഞൻ, ആ ഹിറ്റ്ലറുടെയൊക്കെ ഭ്രാന്ത് ഭരണകാലത്ത് അതിനെതിരെ പോരാടുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത ബോണോഫർ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഗ്രേസ് ഈസ് ഫ്രീ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ചീപ്പ്. കൃപയെന്ന് പറയുന്നത് ഫ്രീ ആണ്, പക്ഷേ അതെന്തല്ല? ചീപ്പല്ല, വില കുറഞ്ഞതല്ല, വിലയുള്ളതാണ്. ആരാണ് വില മുടക്കിയത്? കർത്താവ് നമുക്ക് വേണ്ടി അതിനെന്ത് മുടക്കി? വില മുടക്കി. അങ്ങനെ ക്രിസ്തു നമുക്ക് വേണ്ടി ശിക്ഷ ഏറ്റു. ആ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധിയില്ല. എങ്ങനെ ക്രിസ്തുവേശുവിൻ്റെ ആയി തീരാം എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ പറയുന്നു, അവിടുത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് എന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. എന്നിട്ട് വീണ്ടും തുടർന്ന് പോകുമ്പോൾ വചനം പറയുകയാണ്. എങ്ങനെ പറയും ചോദിച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കണേ. ക്രിസ്തു മരിച്ചു, ക്രിസ്തുവിനെ ക്രൂശിച്ചു. എന്തിനാണ് ക്രൂശീകരണം? അന്ന് ക്രൂശീകരണം ശാപമരണമായിരുന്നു. പുരാതനമായ ലോകത്ത് ഏറ്റവും കിരാതപ്പെട്ട അധാർമികർക്ക് കൊടുക്കുന്ന ശാപമൃത്യുവായിരുന്നു ക്രൂശീകരണം എന്ന് പറയുന്നത്. എന്തിനാണ് അവർ ക്രിസ്തുവിനെ ക്രൂശിച്ചത്? ഒറ്റ കാര്യമാണ്. ഗലാത്യലേഖനത്തിൽ പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തുവേശു നമുക്ക് വേണ്ടി എന്തായി തീർന്നു? ശാപമായി തീർന്നു. എന്തിന് ക്രിസ്തു ശാപമൃത്യു വരിച്ചു എന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ടി എല്ലാ ജനിച്ചു വീണ മനുഷ്യൻ്റെ മുകളിലും ശാപം ഏതെങ്കിലും വഴിയിൽ വരാം. അപ്പൻ വഴി, അമ്മ വഴി, അപ്പൂപ്പൻ വഴി, അമ്മൂമ്മ വഴി, വല്യപ്പൂപ്പൻ വഴി, വല്യമ്മമ്മ വഴി ശാപം കയറി വരാം. അതുകൊണ്ട് ആ ശാപത്തിൻ്റെ പേരിൽ നടക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ ക്രിസ്തു നമുക്ക് വേണ്ടി എന്തായി? ക്രൂശിൽ ശാപമായി. അത് മാത്രമല്ല, കർത്താവ് മരിച്ചു. സാധാരണ ചിലർ ചോദിക്കും, ദൈവം മരിക്കുമോ? ഇല്ല, ദൈവം മരിക്കില്ല. ദൈവത്തിന് എന്തില്ല? മരണമില്ല. പക്ഷെ എന്തിന് ക്രിസ്തു മരിച്ചു? ക്രിസ്തുവിൻ്റെ മൊഴികളിലെ ഒരു മൊഴിയാണ് എലോഹി എലോഹി ലമ്മ ശബക്താനി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങ് എന്നെ കൈവിട്ട് എന്തത്? ദൈവം മരിച്ചു. ദൈവം സ്വന്തം തോളിൽ തല ചായ്ച്ച് മരിച്ചു. എന്തിനു മരിച്ചു? മനുഷ്യൻ മരണം മൂലം മനുഷ്യനെ അടിമപ്പെടുത്തിയിരുന്ന മരണത്തിൻ്റെ ഭീതിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാനും മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതം തുറന്നു കൊടുക്കുവാനും. മനുഷ്യൻ്റെ പ്രശ്നം മരണത്തിനപ്പുറം എന്താണെന്ന് അറിയില്ല. ഒരിക്കൽ മരിക്കും എന്നുള്ളത് ഉറപ്പാണ്.
പക്ഷേ ഇതിനപ്പുറം എന്താണെന്നുള്ളത് ഒരു ശൂന്യതയാണ്. പലരും അവിടെ വരുമ്പോഴാണ് വല്ലാതെ അസ്വസ്ഥപ്പെടുന്നത്. മരണത്തിൻ്റെ മുമ്പിൽ അസ്വസ്ഥപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. വാൾട്ടയർ പറയുന്നുണ്ട്, വാൾട്ടയർ ലോകം കണ്ട ഏറ്റവും വലിയ നിരീശ്വരവാദിയായിരുന്ന വാൾട്ടയർ പറയുന്നു, മരണത്തിന് മുമ്പിൽ കിടന്നുകൊണ്ട് അലറുന്നുണ്ട്. ഇരുട്ട് 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 പിശാച്. അതിന് സാക്ഷ്യം വഹിച്ച ഒരു യൂറോപ്യൻ നേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, യൂറോപ്പിലെ മുഴുവൻ സ്വത്ത് തന്നാലും ഒരു നിരീശ്വരവാദിയുടെ മരണം എനിക്ക് കാണാൻ പാടാണ്. കാരണം അത്ര ഭയാനകമായിരുന്നു. എന്നാൽ എത്രയോ സാധുക്കൾ പ്രത്യാശയോടെ മരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താ കാര്യം? മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ളൊരു ബോധ്യമാണ്. എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ഒത്തിരി ചിത്രങ്ങൾ ഇരിപ്പുണ്ട്. അതിലേറ്റവും മറക്കാത്തൊരു കാര്യമാണ്, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാറാമ്മച്ചിയുണ്ട്. സാറാമ്മച്ചിയുടെ ദേഹത്തെല്ലാം വെള്ളപ്പാടകളായിരുന്നു. സാറാമ്മച്ചി ഓർമ്മയുള്ളവരൊന്ന് കൈവക്കാമോ? സാറാമ്മച്ചി ഓർമ്മയുള്ളവരുണ്ട് കുറച്ച് പേര്. എല്ലാ വീടുകളിലും പോയിട്ട് കൂലിപ്പണി ചെയ്യുന്ന ഒരു അമ്മച്ചിയായിരുന്നു. അടുക്കള തേച്ച് കഴുകും, പാത്രം കഴുകും. നല്ലൊരമ്മ. സന്ധ്യ അമ്മ ആറ്റിപ്പോയി കുളിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു പുസ്തകം എടുത്തുകൊണ്ട് ബുക്കിലൊക്കെ ഇന്ന് ഒരു പാട്ട് പാടുന്ന ഒരു സാധു സ്ത്രീ. അമ്മച്ചി കുറച്ചാളായിട്ട് കിടപ്പാണ്. അമ്മച്ചി മരിക്കാറായപ്പം കണ്ണെല്ലാം അടച്ച് മരിച്ച പോലെ കിടക്കുകയാണ്. ഞങ്ങൾ അവിടെ ചെന്നു. അപ്പം ആരോ പറഞ്ഞ അമ്മച്ചിയുടെ മക്കള്, അമ്മച്ചിയുടെ കൂട്ടായ്മക്കാർ വന്നിട്ടുണ്ട്. ഞങ്ങൾ ചുറ്റും നിന്നു. ഞാൻ എൻ്റെ കണ്ണിന് കണ്ടൊരു കാഴ്ച ഇന്ന് ഓർമ്മയുണ്ട്. ശാഭ വിജയൻ ഒരു പാട്ട് പാടി, ദൂരവാനിൽ സൂര്യചന്ദ്ര ഗോളവും കടന്നു ഞാൻ. എൻ്റെ പൊന്നെ, അമ്മച്ചി കണ്ണ് തുറന്നിട്ട് ഒരു ചിരി ചിരിച്ചു. ആ ചിരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മച്ചി എന്തോ കണ്ടുകൊണ്ട് ചിരിച്ചതാണ്. എന്തായിരിക്കും ചിരിച്ചത്? എന്തായിരിക്കും കണ്ടത്? സ്വർഗം കണ്ടു കാണും. അതുകൊണ്ടാണ് അമ്മ ചിരിച്ചത്. കരഞ്ഞുകൊണ്ട് പോകുന്നവരുണ്ട്, നിലവിളിച്ചു കൊണ്ട് പോകുന്നവരുണ്ട്, ചിരിച്ചു കൊണ്ട് പോകുന്നവരുണ്ട്. വ്യത്യാസം എവിടെ പോകുന്നു എന്നുള്ള അറിവാണ്. ആ അറിവ് മനുഷ്യകുലത്തിന് കൊടുത്തത് ഒരേ ഒരാളാണ്, ക്രിസ്തുയേശുവാണ്. ക്രിസ്തു മനുഷ്യന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. മരണത്തിനപ്പുറമുള്ള ഒരു ലോകം ദൈവം മനുഷ്യന് വേണ്ടി തുറന്നു കൊടുത്തു. അതുകൊണ്ടാണ് ക്രിസ്തുയേശു മരിച്ചത് കൊണ്ട് നാം മരണത്തിനപ്പുറമുള്ള ഒരു പ്രത്യാശ ഉണ്ടാകുകയാണ്. ആദ്യഫലമായിട്ട് ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് പുനരുത്ഥാന പ്രത്യാശ. അവർക്ക് മരണത്തെ അങ്ങനെ പേടിക്കത്തില്ല. മരണത്തെ ഈ അടുത്തിടയ്ക്ക് ഞാൻ പലപ്പോഴും വരുമ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ റിംഗ് ടൂണിലൊക്കെ സമയാമാൻ്റെ അകത്ത് ഇട്ടാ പേടിയാ. മൊത്തം മേനാന്തോട്ടം മോർച്ചറി ഇപ്പം ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. അന്ന് എന്നോട് ഒരാൾ പറഞ്ഞാണ്, ഇവന്മാർക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. ആർക്കാണെന്നറിയാമോ? പാട്ടുകാർക്കെതിരെയാ. രാവിലെ ഇങ്ങോട്ട് ഒരുങ്ങി കുളിച്ച് പിറങ്ങാതിരിക്കുമ്പോഴാണ് മോർച്ചറി ഒരൊറ്റ സിമ്പലടിയ ഒരൊറ്റ അട്ടി ഒരു പാട്ട് കൊണ്ട. ആകെ അല്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. പേടിയല്ലേ ഈ പാട്ട് കേൾക്കുന്നത്? എന്നാൽ സത്യത്തിൽ ഈ പാട്ട് ഒരു സായിപ്പ് പാടിയതാണ്, സന്തോഷത്തോടെ പാടിയതാണ്. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലു. രാത്രിയിൽ ഒരിക്കലേ ഒരു തമാശ പറഞ്ഞേക്കാം. ഒരു ശവക്കോട്ടെ പ്രശ്നമുണ്ടായി. പരിഹാര ചർച്ച നടക്കുകയാണ്. വലിയ ആൾക്കാരെല്ലാം ഉണ്ട്. പരിഹാര ചർച്ച നടക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായി. അപ്പോൾ അവർ പറഞ്ഞു, ശബ്ദ മലിനീകരണം ഇല്ല, അത് പരിഹരിച്ചു. പിന്നെ വേസ്റ്റ് കല്ലറയുടെ പൊട്ടി അതെല്ലാം പരിഹരിച്ചപ്പോൾ ഒടുവിൽ ആ ചുറ്റുപാടുള്ള ഒരാൾ പറഞ്ഞു, ഇവിടെ രാത്രി ശബ്ദമുണ്ട്, ഭൂതമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശബ്ദം എപ്പം കേട്ടാലും, അപ്പം ബഹുമാനപ്പെട്ട തഹസീൽദാര് കലക്ടറൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ശബ്ദം എപ്പം കേട്ടാലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ സ്പെഷ്യലിസ്റ്റാണ് ഭൂതത്തെ കെട്ടാൻ. അപ്പോൾ ഏതായാലും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറഞ്ഞു, ഭൂതം മാത്രം നമ്മുടെ അധികാരപരിധി വരത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, നമ്മുടെ അധികാരപരിധി വരും. ശവട ഈ മരണമൊന്നും കേട്ടാൽ പേടിക്കരുത് കേട്ടോ. പേടിക്കോ? ചുമ്മാ ഭയപ്പെടുത്തല്ലേ. നമ്മുടെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ശവക്കോട്ടയിൽ നടന്ന സംഭവമാണ്. കോവിഡിൻ്റെ നിശബ്ദതയിൽ പോകുന്നവരെല്ലാം ഒരു ശബ്ദം കേൾക്കുക, ആ ഗ്രാമത്തിൽ മുഴുവൻ പറന്നു. ശ്മശാനത്തിൽ നിന്ന് എന്തോ വിളിക്കുന്നു. നടന്ന സംഭവം, കള്ള അറിയില്ല നടന്നത്. മരിച്ചുപോയ ജെയിംസ് പാസ്റ്റർ എന്നോട് വന്ന് പറഞ്ഞ, എടാ എല്ലാവരും പേടിച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, എന്തോ ചെയ്യും? ഞാൻ പോവാടാ. പുള്ളി ഭയങ്കര ഉശിരുള്ളവനാ. പുള്ളി ഉപവസിച്ച് പ്രാർത്ഥിച്ച് രക്തം ജയം പറഞ്ഞ് ശവക്കോട്ട ഇറങ്ങി അതിനെ ബന്ധിക്കുക. ചെന്നപ്പോൾ റോഡ് പൈപ്പിൽ നിന്ന് വെള്ളം പോവുക. റോഡ് പൈപ്പിൽ നിന്ന് വെള്ളം പോകുന്നതാണ്. എല്ലാവരും കേട്ട് എന്ത് ചെയ്തത്? പേടിച്ചത്. അങ്ങനൊന്നും പേടിക്കരുത്. പേടിയില്ലാത്തവരെല്ലാം ഒന്ന് ചേർന്ന് പാടിക്കേ. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലു ഉറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലു ഉറങ്ങുന്നു. അപ്പോഴും രഥത്തിന്റെ
ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. തേടുവാ ജഡത്തിൻ സുഖം ഇപ്പോൾ. ഇവർക്ക് പേടിയായതുകൊണ്ടായിരിക്കും പാടാത്തത്. ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം, സ്വന്തം നാട്ടിൽ ദൈവമുഖം കാണുകയാത്രേ വാഞ്ചിതം. സ്വന്തം നാട്ടിൽ ദൈവമുഖം കാണുകയാത്രേ വാഞ്ചിതം. സമയരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. അപ്പോൾ ഓർക്കുക, മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതം നമുക്ക് വേണ്ടി ഒരുക്കി തരുവാൻ ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ജഡാവതാരം എടുത്തു. അങ്ങനെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും ഉള്ള മോചനം ക്രിസ്തുവിലൂടെ ലഭിക്കുകയാണ്. ആ ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഏക കാര്യം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് വേണ്ടി കൊടുക്കണം. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഗാത്രത്തിലിരിക്കുന്ന ദേവനെ അറിയാതെ ക്ഷേത്രത്തിന് വലം വെക്കുന്നു വൃഥ. ഗാത്രത്തിലിരിക്കുന്ന, മലയാളത്തിലെ ഒരു ശ്ലോകമാണ്. സാധാരണ എൻ്റെ വല്യപ്പച്ചൻ പഠിപ്പിച്ച, സ്കൂളിൽ പഠിച്ച ഒരു ശ്ലോകമാണ്. ഗാത്രത്തിലിരിക്കുന്ന ദേവനെ അറിയാതെ ക്ഷേത്രത്തിന് വലം വെക്കുന്നത് വൃഥയാണ്. ഗാത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗാത്രം എന്താണ്? ശരീരം. ശരീരത്തിലാണ് ദൈവം വസിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ വചനം പറയുന്നു, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അപ്പം ഇവിടേക്ക് ദൈവത്തിന് ഹൃദയം കൊടുക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരിക്കലും കൈപ്പണിയായതിൽ ദൈവം എന്ത് ചെയ്യുന്നില്ല? വസിക്കുന്നില്ല. പിന്നെ എവിടെ ആഗ്രഹിക്കുന്നത്? തൻ്റെ സ്വന്തം കൈകൊണ്ട് മനഞ്ഞ മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിന് ആവശ്യമുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത് വ്യക്തിപരമാണ്. പലപ്പോഴും ഞങ്ങളെ ഈ മതത്തിൻ്റെ പേരിൽ, ഞാനൊരു മതപ്രവാചകനല്ല, മതപ്രഭാഷകനുമല്ല, ഞാൻ സ്നേഹ സന്ദേശക യാവാഹകനാണ്. അതുകൊണ്ട് എല്ലാ മതാതീതമായി മനുഷ്യന് വേണ്ടി മരിച്ച ക്രിസ്തുവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ കഴിയുമ്പോൾ വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ആരാണ്? പുതിയ സൃഷ്ടിയാണ്. അങ്ങനെ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അവസ്ഥയാണ് പാപത്തിൽ നിന്നുള്ള മോചനം, ശിക്ഷയിൽ നിന്നുള്ള മോചനം, മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള തുറന്ന പ്രത്യാശ. വീണ്ടും വചനം പറയുന്നു, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനത്തെക്കുറിച്ച് പറയുന്നു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അവൻ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, മനുഷ്യന് കൂടെ ദൈവം ഇരിക്കുക. എന്നിട്ട് പറയുന്നു, അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഞാൻ ഈ ദിവസങ്ങളെല്ലാം പോകുന്നിടത്തൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്ഭുത മന്ത്രി. എല്ലാവരും പറഞ്ഞേ, എന്താണ് അത്ഭുത മന്ത്രി? ഇപ്പം മന്ത്രിസഭ, കേന്ദ്രമന്ത്രിയാണെങ്കിലും സ്റ്റേറ്റ് മന്ത്രിസഭയാണെങ്കിലും വിവിധ വകുപ്പുകളുണ്ട്. ആരോഗ്യ വകുപ്പുണ്ട്, നമ്മുടെ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയുണ്ട്, ഇല്ലേ? പിന്നെ എന്താണ്, പൊതുമരാമത്തുണ്ട്, പിന്നെ ജലസേചനമുണ്ട്. പക്ഷേ അങ്ങനെ വിവിധ വകുപ്പുകൾ ഉണ്ടെങ്കിലും ഇല്ലാത്ത ഒരു വകുപ്പുണ്ട്. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്ഭുതം എന്നൊരു വകുപ്പ്? ഇല്ല. പക്ഷേ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നു, അവിടുന്ന് ആരാണ്? അത്ഭുത മന്ത്രിയാണ്. അത്ഭുത മന്ത്രിയാണ്. 2, വീരനാം ദൈവമാണ്. 3, ആരാണ്? നിത്യപിതാവാണ്. എല്ലാവരും പറഞ്ഞേ, എന്താണ്? നിത്യപിതാവാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തു നിത്യപിതാവായി മാറുന്നത്? ഞാൻ അത് പറയുമ്പോൾ എന്നെ ഒന്ന് തുറന്ന മനസ്സോടെ കേൾക്കണേ. ഈ മനുഷ്യരെല്ലാം തന്നെ സത്യത്തിൽ ഒരു പരിധി വരെ ഒറ്റപ്പെട്ടവരാണ്, അനാഥരാണ്. അതുകൊണ്ടാണ് ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയുക. ഒരു ഭാര്യയുടെ സങ്കടം ചിലപ്പോൾ ആരും മനസ്സിലാക്കണമെന്നില്ല, ഭർത്താവ് മനസ്സിലാക്കണമെന്നില്ല. ഇനി ഭർത്താവിൻ്റെ സങ്കടം ആരും മനസ്സിലാക്കണമെന്നില്ല, ഭാര്യ മനസ്സിലാക്കണമെന്നില്ല, കുഞ്ഞ്
ഒരു ദിവസം കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് സ്പൂൺ താഴെ പോയി കഴിച്ചുകൊണ്ടിരുന്നപ്പം അമ്മ കുഞ്ഞിനെ അടിച്ചു. കുഞ്ഞിനെ വല്ലാതെ അടി കിട്ടിയപ്പം കുഞ്ഞ് കരഞ്ഞുകൊണ്ട് അപ്പച്ചൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അപ്പച്ച അപ്പച്ച അപ്പച്ച, അമ്മ എന്നെ അടിച്ചപ്പച്ച, അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ല, എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞു. കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് അപ്പച്ചൻ പറഞ്ഞു, മോനെ എനിക്കും ആരുമില്ല, എൻ്റെ കയ്യിൽ നിന്ന് സ്പൂൺ താഴെ പോയി കഞ്ഞി കുടിച്ചപ്പോൾ നിൻ്റെ അമ്മ എന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ, വായി പിടിച്ച പള്ളി മുഴുവൻ പറഞ്ഞു, എനിക്കും ആരില്ല. കൊച്ചു കുഞ്ഞു മുതൽ വലിയൊരു വരെ പറയുന്നു, എനിക്ക് ആരുമില്ല. ഒരു നിമിഷമെങ്കിലും ആരുമില്ലെന്നുള്ള തോന്നലുണ്ടാകാത്ത ആരുമില്ല. കുറേ നാൾക്ക് മുമ്പ് പവർവിഷൻ TV-യുടെ സ്റ്റുഡിയോയിൽ നിന്ന് എളിവനായി ദാസിന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലെ സഭായോ ഒരു ഉത്തരേന്ത്യയിൽ നിന്ന് ഒരാൾ എന്നെ കാണാൻ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർജിയെ കാണാൻ വേണ്ടി ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നതാണ്, പ്രധാന ഉദ്ദേശം പാസ്റ്ററെ ഒന്ന് കാണണം. എന്തിനാണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, കുറച്ചേരം ഒന്ന് കരയണം, അത്രയൊക്കെ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആരുമില്ല പാസ്റ്ററെ. അപ്പം ഞാൻ ചോദിച്ചു, ഭാര്യയില്ലേ? ഭാര്യയുണ്ട്, പിള്ളേരൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ആരുമില്ല. ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അപ്പച്ചനും അമ്മച്ചും മരിച്ചുപോയി. ഈ അപ്പച്ചനും അമ്മച്ചും മരിച്ചപ്പോഴാണ് പുള്ളിക്ക് തോന്നുന്നത് എനിക്ക് ആരുമില്ല. അതും ഒരു സത്യമാണ്. ഈ പിള്ളേരെയൊക്കെ കെട്ടിച്ചു വിടും, വലിയ പിള്ളേരും വലിയ മിടുക്കരൊക്കെയാണ്. എന്നാൽ എത്ര മക്കളായാലും വലിയവരായാലും വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതുങ്ങൾ എവിടെ ഓടിപ്പോവും? എവിടെ പോവും? എങ്ങോട്ട് പോവും? അമ്മയുടെ അടുത്ത് പോവും. അമ്മയുടെ അടുത്ത് എന്തിനാ പോകുന്നേ? അമ്മയുടെ അടുത്ത് പോയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും സാധിക്കാനൊന്നും ഇല്ല, പക്ഷെ എവിടെ പോവും? അമ്മയുടെ അടുത്ത് പോകും. എന്നിട്ട് അമ്മ എന്താ പറയും? സാരമില്ല, നീ അവിടെ തന്നെ പോകാം, അമ്മയ്ക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മ പിന്നെ ഈ അമ്മയുടെ അടുത്ത് മറ്റോ മിടുക്കനുമായിരിക്കും. ആരാ? മരുമോൻ. അമ്മച്ചി നല്ല അമ്മായിമാരാണെങ്കിൽ മരുമക്കൾക്ക് ഇഷ്ടവുമായിരിക്കും, അവരെ മോനെ എന്നൊക്കെ ഇവരങ്ങ് വിളിച്ച് ഫ്ലാറ്റാക്കും. അപ്പം നല്ല അമ്മായിമാരാണെങ്കിൽ മരുമോനെ മോനെ എന്നൊക്കെ വിളിച്ച് ഇച്ചിരി കറിയൊക്കെ സ്പെഷ്യലായിട്ട് കൊടുത്ത് അവനെ എന്താക്കും? ഫ്ലാറ്റാക്കും. എൻ്റെ അമ്മായിമ്മ നല്ല സ്ത്രീയാണ് കേട്ടോ, എനിക്ക് എന്നെ ഇഷ്ടമാണെന്നറിയാം. അപ്പോൾ സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഫ്ലാറ്റ് ആക്കിക്കളയും, ആക്കിക്കളയും. അപ്പം എന്നാലും നമുക്കൊരു സങ്കടം വരുമ്പോൾ എവിടാ പോകുന്നത്? അമ്മയുടെ അടുത്താ പോകുന്നത്. ഇനി നമ്മൾ നല്ല മിടുക്കരായിട്ട് എല്ലാം ജയിച്ചൊക്കെ കഴിഞ്ഞാൽ, ഇപ്പം ഇലക്ഷനൊക്കെ ജയിച്ചവരുണ്ട്, ജയിച്ചന്ന് അവർ നേരെ കിടന്ന് കാണും. എന്നാൽ തോറ്റവരൊക്കെ അന്ന് അങ്ങനെ ആയിരിക്കും കിടന്നത്, ഇങ്ങനെ ചുരുണ്ട് കിടക്കും. ആ ചുരുണ്ട് കിടക്കുന്ന ഫോട്ടോ എടുത്തിട്ട് സ്കാനിങ് റിപ്പോർട്ടിൻ്റെ ഫോട്ടോ ഇവിടെ നോക്കണം, ഒരുപോലെ ഇരിക്കും. നമുക്ക് സങ്കടം വരുമ്പം നമ്മൾ അറിയാതെ ആരുടെ വയറ്റിൽ കയറും? അമ്മയുടെ വയറ്റിൽ കയറും. അപ്പം അന്ന് ഈ മനുഷ്യൻ 10-60 വയസ്സുണ്ട്, കരഞ്ഞ അന്ന് രാത്രിയിൽ എപ്പോഴും എന്തോ ഒന്ന് വായിച്ചപ്പോൾ എനിക്കൊരു വാക്കുടക്കി, അഡൽട്ട് ഓർഫൻ. ഏത് പ്രായത്തിലും അപ്പനും അമ്മയും മരിച്ചാൽ നമ്മൾ ആരാ? അനാഥരാ. ഏത് പ്രായത്തിലും അപ്പനും അമ്മയും മരിച്ചാൽ നമ്മൾ ആരാ? അനാഥരാണ്. ഈ വിദേശ മലയാളികൾ ഇന്ത്യയിലേക്ക് വരുന്നത് ഒറ്റ കാര്യത്തിനാ. ആരെ കാണാനാ? അപ്പനും അമ്മയും മരിച്ചു പോയാൽ അവർ പറയും, ഇനി എന്തിനാണ് പോകുന്നത്? ആരെ കാണാനാ? സത്യമല്ലേ? ഈ ഒരു തലമുറയുടെ വരും, ഇനി ആരെ കാണാൻ വരും? അപ്പം എല്ലാവർക്കും അപ്പനും അമ്മയും വേണം, പക്ഷെ അവർ മരിച്ചു പോയാൽ പിന്നെ ആരാ ഉള്ളത്? ആരുമില്ല. ഉണ്ടോ? ഒരിക്കലെങ്കിലും അനാഥരം തോന്നാത്ത ആരാ ഉള്ളത്? അങ്ങനെ ഇരിക്കെ ജീവിത പങ്കാളി മരിച്ചു പോയാലും നമുക്ക് തോന്നും ആരും ഇല്ല. എല്ലാവരും പ്രാർത്ഥിച്ചോണം. ആണുങ്ങളുടെ അറിവിലേക്ക് നമ്മൾ ആദ്യമേ മരിക്കാവും, പ്രാർത്ഥിച്ചോണേ. ഇവരുമാര് പിന്നെ കുറച്ച് ഫോൺ വിളിച്ചും എന്താ അടി വെച്ചത്, കറി വെച്ചോടി, കിഴിച്ചോ എന്നൊക്കെ ചോദിച്ച് അങ്ങ് ജീവിച്ചു പോകും. കുറേ പിള്ളേരെയൊക്കെ ഫോൺ വിളിച്ച് 1/2 മണിക്കൂർ വർത്താനം പറയും. നമ്മൾ എന്തോ വിളിച്ച് ചോദിക്കും, കറി വെച്ചോ എന്നോ? നമ്മുടെ ആണുങ്ങളുടെ ഒരു പ്രശ്നമില്ലേ? എന്തുകൊണ്ട് വിശേഷം? ഒന്നുമില്ല. ഞാൻ ഓളോടൊക്കെ ചോദിക്കുക, എന്തുകൊണ്ട്? ഒന്നുമില്ല. സുഖമാണോ? ആണോ? പഠിച്ചോ? കഴിച്ചോ? പക്ഷെ അമ്മയോട് മണിക്കൂർ വർത്താനം പറയുന്നത് എന്തോ സത്യത്തിൽ പിള്ളേർക്കൊക്കെ വർത്താനം പറയണേ ആര് വേണം? അമ്മ വേണം. സത്യമല്ലേ? അതുകൊണ്ട് നമ്മളെ ആദ്യം ചാകാവും. ഇവളുമാരില്ലാതെ ജീവിച്ചാൽ വലിയ പാടാ. അതുകൊണ്ടാണ് 1 കെട്ടി 2 കെട്ടി 3 കെട്ടുന്നത്. കാരണം വലിയ പാടാ ആരില്ല ജീവിക്കാൻ. കാരണം പെണ്ണില്ലാതെ ആണിന് ജീവിക്കാൻ ഏത് പ്രായത്തിലും എന്താണ് പാടാണ്. കാരണം അവരുടെ എല്ലാ ആവശ്യത്തിനും ആര് വേണം? ഈ ആണുങ്ങളൊക്കെ ഓർത്തോണം, ഇടയ്ക്കിടയ്ക്ക് അവളുമാരോട് പറയണം, എടീ നീ ഞാനേ ആദ്യം പോകാവടി എന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ അവൾ ജീവിച്ചിരിക്കും. നീ പോയാൽ ഞാൻ കെട്ടുന്നൊന്നും പറയരുത് കേട്ടോ. കെട്ടുകാർക്കൊക്കെ വിവരം അറിഞ്ഞിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് ആരും കെട്ടിയവരെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് അവള് പാവമായിരുന്നു. ആരാ? ആദ്യത്തേത്. ഇനി ആരോട് പറയാനാ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവളോട് പറയാ, നീ നല്ലവളായിരുന്നു പറഞ്ഞാൽ അവൾ ഇപ്പോഴെങ്കിലും ചാകാതെ എന്ത് ചെയ്യും? ഇരിക്കും. എന്നാലും എൻ്റെ പൊന്നു പ്രിയരെ, പങ്കാളി മരിക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് എന്തില്ല?
ആരുമില്ലെന്നൊക്കെ ഒരു ചിന്ത വരും. ആരുമില്ലെന്ന് തോന്നുന്ന മനുഷ്യന് ആരോ ഉണ്ടെന്ന് തോന്നിക്കുന്ന ഒരിടമുണ്ട്. അതാണ് ക്രിസ്തുവിൻ്റെ ഇടം. ആ ക്രിസ്തുവിൻ്റെ ഇടത്തിൽ പറയുന്നു, ഞാൻ നിന്നെ ഒരിക്കലും ആരായിട്ട് വിടത്തില്ല, അനാഥരായിട്ട് വിടത്തില്ല. ഞാനൊരു കാര്യം വളരെ ഹൃദയം നിറഞ്ഞ് പറയുകയാണ്. അതുകൊണ്ടാണ് ദൈവം നിത്യ പിതാവ്. എല്ലാവരും പറഞ്ഞ് ക്രിസ്തു ആരാണ്? നിത്യപിതാവാണ്. ചില മിനിറ്റുകൾ കൊണ്ട് ഞാൻ സന്ദേശം അവസാനിപ്പിക്കാം. നിങ്ങളെന്നെ ശ്രദ്ധിക്കണേ. നിത്യപിതാവ്. എന്നാലും എളിയവനുണ്ടായൊരു സന്തോഷം പറയട്ടെ. കുറച്ചേറെ നാൾക്ക് മുമ്പ് പെരുമ്പാവൂർ ഒരു എന്താണ് മ്യൂസിക് ഫെസ്റ്റിന് സന്ദേശം കൊടുക്കാൻ വേണ്ടി എളിവൻ പോവുകയാണ്. അപ്പം ഞായറാഴ്ചയാണ്. ചർച്ചയിൽ നിന്ന് ഇറങ്ങാൻ ഒത്തിരി താമസിച്ചു. 4 മണിക്ക് 5 മണിയാകുമ്പോൾ അവിടെ എത്തണം. എൻ്റെ അമ്മോ, അപ്പോൾ എൻ്റെ കൂടെ കുറേ പേരുണ്ട്. ഞങ്ങൾ ധൃതി വെച്ച് എനിക്കൊന്ന് കുളിക്കാൻ പോലും സമയമില്ല, ചാടി പുറത്ത് പോവുകയാണ്. അപ്പോൾ പോകാൻ നേരത്ത് നിങ്ങൾക്ക് ഓർമ്മ കാണും, എൻ്റെ സഭയിലുള്ളവർക്ക്, നമ്മുടെ റോഡെ ഒരു സഹോദരി പോയി. ആ സഹോദരി നല്ല താളം തെറ്റിയ ഒരു സഹോദരിയാണ്. ആ സഹോദരിയുടെ കയ്യിൽ ഒരു സുന്ദരി കുഞ്ഞുണ്ട്, ഒരു പെൺകുഞ്ഞ്. അപ്പം മദ്യപിച്ചതാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് ഈ മാനസരോഗിയായ സ്ത്രീ പോകുന്ന കണ്ടപ്പം നമ്മൾ ആ കുഞ്ഞിനെ എടുത്തിട്ട് ഈ അമ്മയെ കൊണ്ടുവന്ന് കോഴഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അന്നത്തെ ആരാണ്ടെയൊക്കെ വിളിച്ച് അഡ്മിറ്റാക്കി. ഈ കുഞ്ഞ് നമ്മുടെ ഉണ്ട്, സുന്ദരി ഒരു പെൺകുഞ്ഞ്, ഒരു കൊച്ചു കുഞ്ഞ്. അപ്പം ഇതിന് അമ്മ കൂടെ ഇല്ലല്ലോ. ഞായറാഴ്ച യോഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഈ കുഞ്ഞ് കരയുക. ഈ കുഞ്ഞ് കരയുന്ന കണ്ടുകൊണ്ട് എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, അപ്പം ഫോൺ ഇങ്ങോട്ട് തന്നെ, ഇപ്പം ഞാൻ കരച്ചിൽ മാറ്റാം. ഞാൻ പറഞ്ഞു, എനിക്കിപ്പം പോകണം, 1 മിനിറ്റ് മതി, ഇപ്പം കരച്ചിൽ മാറ്റാം. അവൾ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ഈ കുഞ്ഞിനൊരു പാട്ടിട്ട് കൊടുത്തു. പാട്ട് ഇതായിരുന്നു, എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ എൻ്റെ അച്ചായൻ കട്ടുകൊണ്ട് പോയി, എൻ്റെ അച്ചായൻ്റെ ബ്രാൻഡി കുപ്പി എൻ്റെ അമ്മ കുടിച്ചു തീർത്തു. ഏതായാലും ഈ പാട്ട് കേട്ടപ്പം കൊച്ചിൻ്റെ എന്ത് ചെയ്യുന്നു, കരച്ചിൽ ചെയ്യുന്നു. ആ പാട്ടിൻ്റെ താളവും മേളവും കേട്ടപ്പം കൊച്ചിൻ്റെ കരച്ചിൽ ചെയ്യുന്നു. അന്ന് ഞാൻ പക്ഷെ ആദ്യമായിട്ടാണ് ആ പാട്ട് കേൾക്കുന്നത്. ഞാൻ വണ്ടി ഇരുന്നുകൊണ്ട് ഒന്നുകൂടെ കേട്ടു. പോയ വഴിക്ക് എവിടെ ഒരു പരിപാടി നടക്കുന്നു, അവിടുന്ന് ഒരു പാട്ടുകൂടെ കേട്ടു. അമ്മായി പൊന്നമ്മായി, മരുമോൻ്റെ കൊച്ചമ്മായി, കച്ചവടം പൊട്ടിയപ്പോൾ എന്തായി, വട്ടായി. ഞാൻ അവിടെ ചെന്നപ്പം അക്രൈസ്തവരായി നല്ല ചന്ദനക്കുറി തൊട്ട സഹോദരന്മാരും തൊപ്പി വെച്ച ഇസ്ലാം സഹോദരങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സ്. ആ സദസ്സിൽ ഒത്തിരി പേരുണ്ട്, പാട്ട് നടക്കുകയാണ്. അടിപൊളി സെറ്റപ്പായിരുന്നു. എന്നോ പാട്ടാ. അന്നുണ്ടായിരുന്ന ഒരു ഫ്ലൂട്ടൊക്കെ വായിക്കുന്ന ഒരാൾ, ഭയങ്കര വായനക്കാരനാണ്. അപ്പം ഞാൻ ലീഡ് ചെയ്യുന്ന ആളോട് പറഞ്ഞു, ഒരിക്കലും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്, ഞാൻ പതുക്കെ കയറി ഒരു പാട്ടിന് ഇൻട്രൊഡക്ഷൻ പറയാം. അങ്ങനെ ഞാൻ കയറിയിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ വന്ന വഴിക്ക് ഒരു പാട്ട് കേട്ടു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നമ്മൾ ഇങ്ങനെ ചുമ്മാ അങ്ങ് പറയുക. അപ്പം ആ പാട്ട് കേട്ടപ്പം കൊച്ചിൻ്റെ കരച്ചിൽ ചെയ്യുന്നു. പക്ഷേ എനിക്കങ്ങ് സങ്കടമായിപ്പോയി. കാരണം നമ്മുടെ അമ്മമാരൊന്നും കുടിച്ചില്ലെന്ന് തന്നെയല്ല, കുടിയനായ ഭർത്താവിൻ്റെ സകല സങ്കടങ്ങൾ അനുഭവിച്ചതാരാ? നമ്മുടെ അമ്മമാരാ. എത്രയോ അമ്മമാർ കപ്പക്കാല ഇരുന്ന് പിള്ളേരുമായിട്ട് അപ്പനെ ഉറങ്ങണം വരെ വളരെ വലിയ പട്ടണങ്ങളിലോ ക്ലബ്ബുകളിലൊക്കെ കാണും കുടിക്കുന്ന അമ്മമാർ. നമ്മുടെ അമ്മമാർ കുടിച്ചോ? ഇല്ല. അപ്പം പിന്നെ വട്ടായി പോയെന്ന് പറയുന്ന പാട്ട് ആർക്കാണ്? അമ്മായിക്ക്. 10 വട്ടം വട്ടായി എന്ന് പറഞ്ഞാൽ എന്തോ പിടിക്കും? അല്ല തന്നെ വട്ട് പിടിക്കുക. അപ്പം അതിൻ്റെ കൂടെ വട്ടായി പോയെന്ന് പറഞ്ഞാൽ എന്തോ പിടിക്കും? എല്ലാവർക്കും ഒരു ഇച്ചിരി നട്ടഴിഞ്ഞിട്ടില്ലേ? ഇല്ലേ? എല്ലാവർക്കും ഇല്ലേ? എനിക്കിടയ്ക്കൊരു പ്രശ്നം ഉണ്ടായി. ഞാൻ ഒത്തിരി ഫോൺ കോൾ എടുത്തപ്പം തന്നെ ഇരിക്കുമ്പം ഫോൺ കേൾക്കും, ട്രിന്നടിക്കും ബെല്ല്. അപ്പം ഞാൻ പെട്ടെന്ന് ഹലോ എന്ന് വെക്കും. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ സൈക്കോളിനോട് പറഞ്ഞു, വട്ടായിട്ടില്ല, ബട്ട് ഓൺ ദ വേ ടു വട്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഓഫ് ചെയ്തിടാൻ പറഞ്ഞു. ഏതായാലും എല്ലാവർക്കും ഒരിച്ചിരി നട്ടഴിയാൻ സാധ്യതയുള്ള ലോകത്ത് നമ്മൾ ജീവിക്കുക അല്ലേ? അപ്പം ഒരു കാര്യം, വട്ടായി പോയി എന്ന് പറഞ്ഞാൽ പിന്നെ വട്ട് പിടിക്കത്തില്ലേ? അപ്പം എന്നാൽ ഇന്നിവിടെ പാടുന്നത് ഇതൊന്നും അല്ല. പിതാവില്ലാത്തവർക്കും നല്ലൊരു താതനും പെറ്റമ്മയെ, എൻ്റെ അത്ഭുതം നടക്കണോ? ആ ഫ്ലൂട്ട് വായിക്കുന്ന പയ്യൻ അതൊന്ന് വായിച്ചു. ഞാൻ ഇറങ്ങി വന്നപ്പം ചന്ദനക്കുറിയുള്ളൊരു പയ്യൻ, നിസ്കാരത്തഴമ്പുള്ളൊരു കൊച്ചൻ, ഇവരൊക്കെ എന്നെ കണ്ട് കൈ തന്നിട്ട് പറഞ്ഞു, ഉള്ളിൽ എന്തോ തട്ടി, ദൈവം പിതാവായിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യം. അതെ, ഒരു കാര്യം ഓർത്തോണേ, ഈ ദൈവം നമ്മുടെ ആരാണ്? പിതാവാണ്. പിതാവെന്ന് പറയുമ്പോൾ ഞാൻ ഈ അടുത്തിടയ്ക്കെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ ഈ പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വിശ്വാസികൾക്ക് പ്രയാസം ഉണ്ടായാൽ അവരാരോട് പറയും? പാർഷോട് പറയും. ഞങ്ങളുടെ ഒരു എത്തിക്സിൻ്റെ പ്രശ്നമാണ്, വിശ്വാസിയുടെ കയ്യിൽ നിന്ന് കേൾക്കുന്ന ഒന്നും ആരോട് പറയാൻ പാടില്ല, മറ്റൊരാളോട് പറയാൻ പാടില്ല. ഞങ്ങൾ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. ഞാൻ അഭിമാനത്തോടെ പറയും, ഞാൻ ഇന്ന് മരിച്ചു പോയാൽ എന്നോടൊപ്പം 1000ങ്ങളുടെ രഹസ്യം ഞാൻ കേട്ടത് കുഴിക്കകത്ത് പോകും. അതൊരാളും പങ്കുവെക്കരുത്. പ്രത്യേകിച്ച് അപകടകരമായ ഒരു കാര്യവും പങ്കുവെക്കാറില്ല. ഒരാൾക്ക് അപമാനം വരുന്ന ഒരു കാര്യവും പങ്കുവെക്കാറില്ല. എന്നാൽ വിശ്വാസികൾ സങ്കടങ്ങൾ ഞങ്ങളോട് പറയും. ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ, പാസ്റ്ററുടെ സങ്കടം ആരോട് പറയും? പാസ്റ്ററുടെ സങ്കടം ആരോട് പറയും? ഞാൻ പഠിച്ച ഒരു പാഠമുണ്ട്, ഒറ്റ വിശ്വാസിയോട് എന്ത് ചെയ്തേക്കരുത്, പറഞ്ഞേക്കരുത്. ഞാൻ ഒരു വിശ്വാസിയോട് സങ്കടം പറയുമായിരുന്നു. അത് മുഴുവൻ പുള്ളി ഇപ്പം നമ്മളെ അനാത്മീയനായിട്ട് കണ്ടേക്കാം. ഞാൻ എൻ്റെ സകല സ്വകാര്യ സങ്കടങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് ഞാൻ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി,
അത് അപകടമായെന്ന്. ഞാൻ പഠിച്ച ഒരു പാഠം ഒരു മനുഷ്യനോടും പറഞ്ഞേക്കരുത്. പറഞ്ഞ ഒരു കാര്യം പറയും, സ്വന്തം കുടുംബത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങിയ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, ഭാര്യ ഇടത്തൂടാ, ഒരാഴ്ചയായി മിണ്ടുന്നില്ല, ഒന്ന് രഹസ്യത്തിൽ വന്നൊന്ന് ശരിയാക്കി. ഞങ്ങൾ പോരാൻ നേരത്ത് പറയും, ഒരു നിയോഗം കരം കൊടുത്ത് പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ച്. ഒരു നിയോഗം ഇല്ല, പുള്ളി പറഞ്ഞോണ്ടാ. മനസ്സിലായോ? പറഞ്ഞോണ്ടാ അങ്ങ് തീരും. പക്ഷേ പാർശ്വം ഭാര്യയും കൂടെ പിണങ്ങി ആരോട് പറയും? പാർശ്വം ഭാര്യയും കൂടെ പിണങ്ങി ആരോട് പറയും? ഞാൻ എല്ലാ കർത്തദാസിന്മാരോടും പറയുന്നൊരു കാര്യമുണ്ട്, ആരോട് പറയരുത്, വിശ്വാസിയോട് എന്ത് ചെയ്യരുത്, പറയരുത്. ഇതെല്ലാം ഒരു സത്യമായ കാര്യമാണ്. അങ്ങനെ ഒരു സ്വകാര്യ സങ്കടത്തിൽ ഞാൻ ഇരിക്കുകയാണ്. രാത്രി 2:45 എല്ലാം ലൈറ്റ് ഓഫ് ചെയ്തു. ഞാൻ തിണ്ണേ വന്നിരിക്കുക. അപ്പോൾ ക്രിസ്റ്റോ രാത്രി പോകുന്നതുകൊണ്ട് ഇനി അഥവാ ആരും പോയാലും എന്നെ കാണണ്ട, അതിന് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുക. ഈ സാക്ഷ്യം ഞാൻ ഒത്തിരി അടുത്ത് പറഞ്ഞു. 2:45 എൻ്റെ ഫോൺ ബെല്ലടിച്ചു. ഞാൻ വളരെ സങ്കടപ്പെട്ടിരിക്കുക. എൻ്റെ വ്യക്തിപരമായൊരു വിഷയം, വല്ലാതെ സങ്കടപ്പെട്ടു. ഉറക്കം വരുന്നില്ല, കരഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് വല്ലത് അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫോൺ ബെല്ലടിച്ചു. അടിച്ചപ്പം സാമച്ചൻ പാഷാണ്. 2:45 ഞാൻ ഫോൺ എടുത്തു. ആരാ? സാമച്ചൻ പാഷ. എന്നാ അച്ചായ? മോൻ്റെ കല്യാണം വിളിക്കാനാ. സത്യം. 2:45. ഞാൻ ചോദിച്ചു, അമേരിക്ക എന്നാണോ? അല്ല, ഞാൻ പുല്ലൂരുണ്ട്. 2:45 വെളുപ്പിനെ. എൻ്റെ അത് പറഞ്ഞു, പാസ്റ്ററെ 2:45 ഞാൻ മോൻ്റെ കല്യാണം വിളിക്കാൻ പാസ്റ്ററുടെ പേരെഴുതി വെച്ച, അതുകൊണ്ടാണ് വിളിച്ചത്. പക്ഷെ അതിനല്ല വിളിച്ചത്. അത് രാവിലെ വിളിക്കായിരുന്നു. പിന്നെ വിളിച്ചപ്പോൾ അങ്ങ് ഞാനൊരു ദർശനം കണ്ടുകൊണ്ടാണ് ഉണർന്നത്. ഞങ്ങളുടെ ഇടയിൽ ദർശനവും കൃപാവരും ഉള്ളവരുണ്ട്. പാസ്റ്റർ ഇന്ന വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണെന്നൊരു ദർശനം കണ്ട് അതിനുള്ള ഉത്തരം പുള്ളി എന്നോട് ഒരു ദർശനത്തിൽ കൂടെ പറഞ്ഞു. ഞാൻ ഏത് വിഷയത്തിൽ സങ്കടപ്പെട്ടിരുന്നോ അതിനുള്ള ഉത്തരമാണ്. ഞാൻ ആ 2:45 ഇരുന്നത് ഒരു മനുഷ്യൻ അറിയത്തില്ല, ഒറ്റ മനുഷ്യൻ. പക്ഷെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നത് കണ്ട് വിളിച്ച് പറഞ്ഞ ഒരു പിതാവിനെ എനിക്കറിയാം. അതുകൊണ്ട് 1000 പേർ ദൈവം ഇല്ലെന്ന് സ്ഥാപിച്ചാലും എനിക്കൊരു തെളിവും വേണ്ട. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും എൻ്റെ നാവ് തൊട്ടതും എൻ്റെ കൈകൊണ്ട് രുചിച്ചതുമായ ഒരു യാഥാർത്ഥ്യമാണ് ദൈവം എന്ന് പറയുക. ഈ ദൈവം എൻ്റെ ആരാണ്? പിതാവാണ്. വീണ്ടും പറയട്ടെ, 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞ ആ സമയത്തൊരു ഭയം എന്നെ പിടിച്ചു. ഞാൻ അങ്ങനെ ഭയക്കുന്നവനല്ല. പരമാർത്ഥമായിട്ട് പറഞ്ഞാൽ അതിന് സാക്ഷ്യം വഹിച്ചവർ. ജേക്കബ് പാസ്റ്റർ ഇവിടെ ഉണ്ടോ? ജേക്കബേ, പാസ്റ്റർ ജേക്കബ് ഉണ്ടോ ഇവിടെ? മോനെ എവിടെ പോയി പാത്തിരിക്കാന്ന്? ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. നോബിൾ പാസ്റ്റർ എല്ലാം പുള്ളിയെ ഏൽപ്പിച്ചേക്കുന്നത്. അതുകൊണ്ടായിരിക്കണം, പുള്ളി എന്തെങ്കിലും പരിപാടിയിലായിരിക്കാം. ആയിക്കോട്ടെ. മോനെ ഇവിടെ ഉണ്ടോ? മോനെ അന്ന് വെളുപ്പിനെ 3 മണിയായപ്പം വന്നപ്പം ജേക്കബ് ഉണ്ടായിരുന്നു, പപ്പ എല്ലാം കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ലൈജു ജേക്കബ് എല്ലാം വെളുപ്പിന് എത്ര മണിയായി? 3 മണി. അതായത് മോനുണ്ട്, ഉറപ്പല്ലേ? പിന്നെ എന്നെ ഒരാൾ അന്ന് നിങ്ങൾ കല്യാണം കഴിച്ചില്ലേ? കെട്ടുന്നതിന് മുമ്പാ? അതെ, കെട്ടുന്നതിന് മുമ്പ് ഈ പിള്ളേരെല്ലാം നമ്മളുണ്ടായിരുന്ന. അപ്പോൾ അവരൊന്നും 23 വർഷമായി, 1-2 വർഷമൊന്നുമല്ല. അപ്പം എന്നെ ഒരു സാധനം ഇങ്ങനെ കഴുത്തെ കുത്തിവെച്ചു രാത്രി 11 മണിക്ക്. എനിക്കങ്ങ് രസം തോന്നി. ഞാൻ കുറേ നേരം നിന്നു. അവസാനം ഞാൻ ചോദിച്ചു, ഞാൻ ഇരുന്നോട്ടം ചോദിച്ചു. ഞാൻ ഇരുന്നു. അവൻ 3 മണിയായപ്പോൾ അവൻ്റെ കൈ കടച്ചു, അവനങ്ങ് പോയി. എനിക്ക് സത്യത്തിൽ ഒരു പേടിയും തോന്നിയില്ല. പക്ഷെ അന്നേരം ഇതുപോലൊരു പപ്പ ഒരു ദർശനത്തിൽ ഉണർന്നിട്ട് ചോദിച്ചേട്ടാ കൊച്ചൻ വന്നോ ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ പപ്പായ്ക്ക് ഒരു അപകടം തോന്നിയിട്ട് ഇവരെല്ലാമായിട്ട് ജീപ്പേ വന്നപ്പോൾ ആ പുള്ളി ഓടി അങ്ങ് പോയി. ആ പുള്ളി ഇന്ന് നല്ല നിലയിലാണ്, രക്ഷിക്കപ്പെട്ടു. അതൊക്കെ ഒരു സംഭവം പോട്ടെ. എന്നാലും അന്ന് ഞാൻ പേടിച്ചിട്ടില്ല. പക്ഷേ ഒരു രാത്രി എന്നെ ഭയം പിടിച്ചു. ഭയം എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ നെഞ്ചിടി പാർക്ക് കേൾക്കാം, നമുക്ക് കേൾക്കാം. ഈ ഇട്ടിപ്പെന്നൊക്കെ പറയത്തില്ലേ, അത് നമുക്ക് കേൾക്കാം. അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ബ്ലസ്സിയോട് പറഞ്ഞു, ഞാൻ ഹോളിൽ പോയിരിക്കുകയാണ്. അങ്ങനെ ഹോളിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. ചാക്കോ സാം സാർ എൻ്റെ കൂടെ വന്നു. ഞാൻ വിളിച്ചു. പുള്ളി ഒരു 3:45 തിരിച്ചു പോയി. ഞാൻ ഹോളിൽ കിടന്നു. ഒരു 4-4:30 5 മണിയായി കാണും. നേരെ ഇങ്ങനെ വെളുത്ത് വരുന്ന ആളെ കഷ്ടിച്ച് കാണാം. അന്നേരം എൻ്റെ പൊന്നു പ്രിയരെ, ബ്ലസ്സി വന്നെന്നെ ഹോളി വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒരാൾ മുറ്റത്ത് വന്ന് അച്ഛനെ വിളിക്കുന്നു. ഞാൻ ചെന്നപ്പോൾ ഒത്തിരി നാൾക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. എന്താ അച്ഛൻ ചോദിച്ചാൽ പറഞ്ഞു, ഒന്നുമില്ല പാസ്റ്ററെ, വെളുപ്പിനെ ഒന്ന് കാണണം തോന്നി വന്നതാ, എവിടെങ്കിലും പോകുന്നതിന് മുമ്പ്. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോട്ടെ. ആയിക്കോട്ടെ. പ്രാർത്ഥിക്കാൻ പെരയ്ക്കകത്ത് കയറി അദ്ദേഹം ചോദിച്ചു, ഇന്നലെ രാത്രി പേടിച്ചോ? ഞാൻ ചോദിച്ചു, എന്താ കാര്യം? ഉള്ളത് പറ. പേടിച്ചോ? ഞാൻ പറഞ്ഞു, പേടിച്ചു. 2 മണിയായപ്പം കർത്താവ് എന്നെ തട്ടി ഉണർത്തിട്ട് പറഞ്ഞു, നീ പെർസ മാസ്റ്റർ പേടിച്ചിരിക്കുക, നീ ചെന്ന് പറയണം, ഭയപ്പെടേണ്ട. ഞാൻ പേടിച്ചിരുന്നത് ഞാൻ പേടിച്ചെന്ന് ആരോടും പറഞ്ഞില്ല പ്രിയരെ. പക്ഷെ ഞാൻ പേടിച്ച് അവിടെ കിടന്നപ്പോൾ എൻ്റെ ഇടിപ്പ് എനിക്ക് കേൾക്കായിരുന്നു. എൻ്റെ ഇടിപ്പ് കേട്ട ഒരപ്പനെ എനിക്കറിയാം.
എൻ്റെ ഇടിപ്പ് കേട്ട ഒരപ്പനെ എനിക്കറിയാം. അതുകൊണ്ട് 1000 പേര് തമ്പുരാൻ ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ പാടും. പിതാവില്ലാത്തവർക്കും നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാദരവാനും വിധവയുടെ കാന്തനും സാധുവിൻ്റെ അപ്പവുമായ എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ പിതാവാണ്. ഈ ദൈവം എൻ്റെ പിതാവാണ്. ഞങ്ങൾ ഇന്ന് രാത്രി ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുള്ള ഏക ബുദ്ധിമുട്ട് ഇച്ചിരി സൗണ്ട് പാട്ട് പാടുമ്പോഴൊക്കെ കൂടുമെന്നേ ഉള്ളൂ. ഞാൻ പ്രസംഗിക്കുമ്പോൾ സൗണ്ട് കൂടത്തില്ല. ഇത് ബുദ്ധിമുട്ടുള്ള സൗണ്ട് ആണോ? അല്ല. സാധാരണ ഞങ്ങളുടെ പൗർവിഷന് പിള്ളേർ പറയും, നിങ്ങൾ ചിരിക്കരുത്, പൗർവിഷന് പറയും പ്രിൻസിപ്പാൾസ് പ്രസംഗിക്കുമ്പോൾ കൂട്ടി വെച്ചോണം, ശോകമാ കൂട്ടി വെക്കാൻ പറയും. അത് കഴിയുമ്പോൾ ഷാജിയമ്പോൾ ഭാഷ എഴുതിയേക്കുമ്പോൾ അവർ പറയും രൗദ്രമാ, കുറച്ചോളം പറയും. കാരണം പുള്ളിക്ക് സൗണ്ട് കൂടുതലാ, എനിക്ക് സൗണ്ട് കൂട്ടി വെച്ചാൽ ഈ പിള്ളേരൊക്കെ മൈക്ക് കൂട്ടി വെച്ചാലേ എൻ്റെ ശബ്ദം കേൾക്കത്തുള്ളൂ. ഞാൻ വലിയ ഒച്ചത്തിലൊന്നും പറയത്തില്ല ആർക്കും. പക്ഷേ 1000 നാമോടെ ഞാൻ പറയും, ഈ ദൈവം പിതാവാണെന്ന് പറയും. ഈ ദൈവം പിതാവാ. ഞാൻ നിന്നെ ഒരിക്കലും അനാഥനായി വിടത്തില്ലെന്ന് പറഞ്ഞ ഒരു പിതാവ് കരമെല്ലാം ഉയർത്തി പറഞ്ഞേ, പിതാവില്ലാത്തവർക്കു നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാദരവാനും പിതാവില്ലാത്തവൻ നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാദരവാനും വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കുമെല്ലാമൻ കർത്താവത്രേ. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കും എല്ലാമൻ കർത്താവത്രേ. ആമേൻ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ഈ ദൈവം നിത്യപിതാവാണ്. എല്ലാവരും പറഞ്ഞേ, എന്താണ്? നിത്യപിതാവാണ്. 2, സമാധാന പ്രഭുവാണ്. അതുകൊണ്ടാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് എന്താണ്? സമാധാനം. എന്തുകൊണ്ടാണ് സമാധാന പ്രഭു എന്ന് പറയുന്നത്? മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ തകർക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ക്രിസ്മസിൻ്റെ സമയത്ത് ഈ സന്ദേശവുമായിട്ട് ഒത്തിരി ഇടത്ത് പോയി. ക്രിസ്മസ് എന്ന ഡേറ്റിലല്ല എൻ്റെ വിഷയം. സമാധാന പ്രഭുവിൻ്റെ സന്ദേശം കൊടുക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പറയാമെന്നുള്ളതാണ്. അപ്പം സമാധാന പ്രഭുവാണ്. ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം പറഞ്ഞ്, ഞങ്ങളുടെ ഒരു സൺഡേ സ്കൂളിൻ്റെ പരീക്ഷ അടക്കി, അത് ഞാൻ കൂടെ പറയാറുണ്ട്. പരീക്ഷ നടക്കുമ്പോൾ എൻ്റെ പൊന്നു മക്കളെ, വലിയ പിള്ളേർക്ക് എന്താണ്? എഴുത്ത് പരീക്ഷ. കൊച്ചു പിള്ളേർക്ക് എന്താണ്? ചോദ്യ. ഞങ്ങളുടെ ഒരു കുരുന്നിനോട് ചോദിച്ചു, ലാസറിന്റെ വീട്ടിൽ പോയിട്ട് യേശു എന്തോ ചെയ്തെന്ന് ചോദിച്ചു. അവൻ ചോദിച്ചു, ലാസറിന്റെ വീട്ടിലാ? യേശുവാ എന്തോ ചെയ്തെന്നോ? യേശു ലാസറിന്റെ വീട്ടിൽ. അവനൊരു ഉത്തരം പറഞ്ഞു, എന്തോ ചെയ്തെന്നോ? കയറി അങ്ങ് ഇടപെട്ടില്ലെന്ന് ചോദിച്ചു. അവന് മാർക്ക് കൊടുക്കണോ വേണ്ടായോ? വേണം. ഇതാണ് യേശുവിൻ്റെ പ്രത്യേകത. മനുഷ്യൻ്റെ പ്രശ്നത്തിൽ ഇടപെടും. മനുഷ്യൻ്റെ പ്രശ്നത്തിൽ എന്ത് ചെയ്യും? ഇടപെടും. രോഗത്തിൽ ഇടപെടുമോ? പറഞ്ഞേ, ഇടപെടുമോ? 2, ഞാൻ എൻ്റെ പറയാം. രോഗത്തിൽ ഇടപെടും. സാമ്പത്തിക പ്രശ്നത്തിൽ ഇടപെടും. ഞാൻ കുറച്ചാൾക്ക് മുമ്പ് പുഷ്പഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പം എൻ്റെ ഈ പൈസ വരികയും പോവുകയും ചെയ്യുന്നതായിട്ടാണ്. ഞാൻ അങ്ങനെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരാളല്ല. എൻ്റെ വിശ്വാസികൾ അവിടെ ഇരിക്കുന്നത്. എന്നാൽ അന്നേരം ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ ബില്ലിൻ്റെ കാര്യം ഒന്ന് നോക്കി നേരത്തെ ഒന്ന് പറയണം, അറേഞ്ച് ചെയ്യാൻ. അപ്പം പുള്ളി പറയുക, ഓൾറെഡി എന്നെ ഒരാൾ സൗദിയിൽ നിന്ന് വിളിച്ച് ബില്ല് അടച്ചു. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഇറങ്ങി പോകുമ്പോൾ ജിബിന് ഇവിടെ ഇരിപ്പുണ്ടായിരിക്കും. ജിബിനുണ്ടോ എന്ന് എനിക്കറിയില്ല. ജിബിൻ എന്നോട് പറഞ്ഞു, അച്ഛാ നാളെ ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ട്, ബൗൺസ് ആകാതിരിക്കണമെങ്കിൽ നാളെ വെളുപ്പിനെ 1,00,000 രൂപ അക്കൗണ്ടിൽ ഇടണം, അല്ലെങ്കിൽ ചർച്ചിൻ്റെ ചെക്ക് ബൗൺസ് ആകും. അമ്മ ചർച്ചിൽ ഞാൻ പറഞ്ഞു, ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരാനിരിക്കണം. എന്നോട് തന്നെ നീ പറയണം. ഇല്ലടാ മക്കളെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യം. അച്ഛനല്ല, ഞാൻ പിന്നെ ആരോടാ പറയുന്നത്? അത് സത്യമല്ല. അവൻ പിന്നെ ആരോടാ പറയുക? ഞാൻ മക്കളെ സത്യമായിട്ട് ഞാൻ കോട്ടയം പോയിട്ട് തിരിച്ചു വരാം. ഡിസ്ചാർജായി അന്ന് തന്നെ കോട്ടയത്ത് പോയി കൺവെൻഷൻ ഡേറ്റ് കൊടുത്തതല്ലേ. തിരിച്ചു വരുമ്പോൾ എന്നെ നമ്മുടെ ഒരു അച്ചായൻ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് അക്കൗണ്ട് നമ്പർ ഇട്ട്. ഞാൻ ചോദിച്ചു, അതെന്നാ? ബുധനാഴ്ച എന്നോട് ദൈവം പറഞ്ഞു, അപ്പം നിങ്ങൾ ഇതൊക്കെ ഞാൻ എൻ്റെ ആളുടെ നമ്പർ തരാം, കള്ളം വന്ന്. ഇനി എന്തിനാ കള്ളം പറയുന്നത്?
തമാശക്കൊക്കെ വല്ല നമ്മൾ ഒരു കഥകൾ പറയുന്നല്ലാതെ അറിഞ്ഞുകൊണ്ട് എന്ത് പറയത്തില്ല. കഥ പറയും, കഥയായിട്ട് തന്നെ പറയും. അതിനകത്ത് പൊടിപ്പും തൊങ്ങലും ഒക്കെ കാണും. ഇത് കഥയല്ല, നടന്ന സംഭവം. അപ്പോൾ പുള്ളി കണ്ട് പറഞ്ഞു, പെട്ടെന്ന് അക്കൗണ്ട് നമ്പർ ഇട്ട്. ഞാൻ ചോദിച്ചു എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു, മിനിഞ്ഞാന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു പ്രിൻസിപ്പാൾക്ക് 1,00,000 രൂപ ഇടണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് മറന്നുപോയി. ഇപ്പം കിടന്നുറങ്ങുമ്പോൾ ദൂതൻ ഒറ്റ അടി ചൂരൽ കൊണ്ട് ഇപ്പോഴും നോവുക, ഇനി അടി മേടിക്കാൻ വയ്യ, പെട്ടെന്ന് അക്കൗണ്ട് നമ്പർ ഇട്ടേക്കാൻ പുള്ളിക്കാരന്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതെല്ലാം ഉള്ളതല്ലേ, ഇതെല്ലാം ഉള്ളതല്ലേ. സാമ്പത്തിക പ്രശ്നത്തിൽ ഇടപെടുമോ? ഇടപെടത്തില്ലേ? ഇടപെടും. രോഗത്തിൽ ഇടപെടുവോ? ഇടപെടും. നിർത്താം, അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാം അറിയാം, എൻ്റെ വിശ്വാസികൾക്ക്. മെയ് മാസം എനിക്കൊരു വലിയ പ്രശ്നം ഉണ്ടായി. അത് കഴിഞ്ഞ് എൻ്റെ ദേഹം മുഴുവൻ ബാധിക്കപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായി. അത് കഴിഞ്ഞ് മെയ് അവസാനം ശരീരത്തിൻ്റെ ബാലൻസ് പോയി. 2 ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. സ്റ്റിറോയിഡ് എടുക്കാൻ തുടങ്ങി. സത്യത്തിൽ എൻ്റെ അസുഖം മാറാതെ തന്നെ ഞാൻ ഡിസ്ചാർജ് വാങ്ങിച്ചു. മാറിയെന്ന് പറഞ്ഞ് എനിക്ക് സെൻസേഷൻ തിരിച്ചു വന്നില്ല. ഞാൻ കുറേ നാൾ ഇരുന്നുകൊണ്ട് പ്രസംഗിച്ചു. കുറേ നാൾ നിങ്ങൾക്കറിയാം, കയ്യെ പിടിച്ച് കൊണ്ട് നടന്നു. അന്ന് കുറിച്ചില്ല ജോണിച്ചാൻ പോയിട്ട് എനിക്കൊരു കുട മേടിച്ചുകൊണ്ട് തന്നു, ഇരുമ്പിൻ്റെ കാലം കുട. എന്തിനാണെന്നറിയാമോ? വടി കുത്തണ്ട. ഞാൻ വടി മേടിക്കാൻ പറഞ്ഞ പുള്ളി പറഞ്ഞ മോശമാടാ, വടി വേണ്ട പാസ്റ്റർക്ക്, ഞാൻ ഇരുമ്പിൻ്റെ കാലം കൂടെ. പുള്ളി ആലപ്പുഴ എന്നാണ്ട് പോയി പറഞ്ഞ് ചെയ്യിപ്പിച്ച് ബലമുള്ളൊരു കുട കൊണ്ടു തന്നു. ഞാനൊരു ശവക്കോട്ടെ പോയപ്പം ഈ കുടയ്ക്ക് എന്നെ താങ്ങാൻ വയ്യാന്ന് എനിക്ക് തോന്നി. കാരണം കുട കുത്തിയിട്ട് എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യം. പക്ഷേ ഒരു ദിവസം ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. ഒരു ദിവസം കോട്ടയത്തു നിന്ന് കുറച്ച് പാവം പിടിച്ച ആൻറ്റിമാർ വന്നു. അവരെന്നെ ഒരു കസേര ഇരുത്തിയിട്ട് വട്ടം നിന്നിട്ട് കരഞ്ഞു. സത്യം, അവരുടെ കരച്ചിൽ എൻ്റെ ദേഹത്തൂടെ ഒഴുകി വീണു. അന്ന് എൻ്റെ സെൻസേഷൻ തിരിച്ചു വന്നു. എന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു കർത്താവിനെ അറിയാം, എൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു ദൈവത്തെ അറിയാം. ഇടപെടുക മാത്രമല്ല, സമാധാനം പുനഃസ്ഥാപിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 1000 നാവോട് പറയും, യേശു സമാധാന പ്രഭുവാണ്. യേശു മനുഷ്യൻ്റെ പാപങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കും. യേശു കർത്താവ് നിത്യപിതാവാണ്, അത്ഭുത മന്ത്രിയാണ്. അവൻ നമ്മുടെ പിതാവാണ്. ഈ ദൈവം എൻ്റെ ദൈവം. ഈ ദൈവത്തിന് വേണ്ടി ഹൃദയം കൊടുക്കുക, ഈ ദൈവത്തോടൊപ്പം നടക്കുക. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ കൂടെ നടക്കാൻ ഒക്കുന്ന ക്രിസ്ത്യാനിറ്റി ഒരു ആശയമതമല്ല, അത് ഒരു വ്യക്തിയിലുള്ളൊരു വിശ്വാസമാണ്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്ന ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു വചനം പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും തൻ്റെ ഏകജനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. അവിടുന്ന് എല്ലാവരും ചേർന്ന് ഉറക്ക കരം ഉയർത്തി പറഞ്ഞ്, അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഇന്ന് രാത്രി എൻ്റെ പ്രശ്നത്തിൽ ഒരു ഇടപെടൽ എനിക്ക് ആവശ്യമുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ വരുമെന്ന് പറഞ്ഞ കർത്താവ് അക്ഷരീകമായി ഇന്നിവിടെയുണ്ട്. ഹല്ലേലൂയ. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യർക്ക് വേണ്ടി നൽകപ്പെട്ട ഏറ്റവും നല്ല നാമം യേശു എന്ന നാമം. ഇന്ന് എനിക്കൊരു ഇടപെടൽ ആവശ്യമുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കരമുയർത്താൻ സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിൽ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് പകർന്ന് പ്രാർത്ഥിക്കുക. കരമുയർത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, ഒരു സറണ്ടറാണ്. അതൊരു ദൈവികമായ ഒരു നല്ല ബോഡി ലാംഗ്വേജാണ്. അങ്ങനെ ഉള്ളവർ നിങ്ങളുടെ പ്രശ്നങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, അത് ഒരു പക്ഷേ നമുക്ക് പുറത്ത് പറയാൻ കഴിയാത്തൊരു പാപമായിരിക്കാം, ഒരു അഡിക്ഷൻ ആയിരിക്കാം, ഒരു കുടുംബ പ്രശ്നമായിരിക്കാം, ഒരു ദാമ്പത്യ പ്രശ്നമായിരിക്കാം, മക്കളുടെ പ്രശ്നമായിരിക്കാം, രോഗമായിരിക്കാം, ഒരുപക്ഷെ ഭയക്കുന്ന എന്തോ ഒന്നായിരിക്കാം, ഒരു വേട്ടപ്പട്ടി പോലെ പിന്തുടരുന്ന ഒരു ശാപത്തിൻ്റെ ഒരനുഭവം ആയിരിക്കാം, ഒരു വല്ലാത്ത ഭയമോ ദുസ്വപ്നങ്ങളോ ആയിരിക്കാം, മാനസികമായ സംഘർഷങ്ങളോ ഭയവുമായിരിക്കാം. എന്താണെങ്കിലും ഇടപെടുന്ന ഒരാളുടെ ഉണ്ട്. അവിടുത്തെ പേര് നസ്രയത്തിലെ യേശു. നസ്രയനായ യേശു. യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി യേശുവേ എൻ്റെ പ്രശ്നത്തിൽ ഇടപെടണമേ എന്ന് ഉള്ളിൽ ഞരങ്ങി പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഓരോ വ്യക്തിയും അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോ വ്യക്തികളും അനുഗ്രഹിക്കപ്പെട്ടെ. അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഒരു ദൈവ ചൈതന്യം, ഇന്ന് അരൂപിയായ ദൈവത്തിൻ്റെ കൃപയുടെ ചൈതന്യം കർത്താവെ എഴുന്നള്ളി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. ക്യാമറ എൻ്റെ നേരെ തിരിച്ച്.
കർത്താവെ, ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഒരു ദൈവത്തിൻ്റെ കരുണയുടെ കരം ഇപ്പോൾ നീളുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കാണുന്നവരുണ്ട്. കർത്താവെ, അവരുടെ പാപങ്ങൾ, അവരുടെ യേശുവെ, അവർക്ക് രക്ഷപ്പെടാൻ നിർത്താൻ കഴിയാത്ത, പുറത്തു വരാൻ കഴിയാത്ത പാപത്തിൻ്റെ ബന്ധനങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ അഴിയാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ തലമുറകളെക്കുറിച്ചുള്ള പ്രയാസങ്ങൾ, അവരുടെ രോഗത്തിൻ്റെ ഭാരങ്ങൾ, അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, അവരുടെ ജോലിയുടെ അടഞ്ഞ അധ്യായങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങളുടെ ആ ഭയങ്കര ടെൻഷനുകൾ, കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന ആ അസ്വസ്ഥതകൾ, യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പറയാൻ കഴിയാത്ത സകല വേദനകളും, തലവണയിൽ മുഖം അമർത്തി കരഞ്ഞ കണ്ണീര്, കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, തലവണയിൽ മുഖം അമർത്തി ആരും അറിയാതെ കരഞ്ഞ രാവുകളെ കണ്ട ദൈവം ഇന്ന് രാത്രി പറയുന്നു, നിന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ ഞാനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുതൽ അവർ അനുഭവിക്കുന്ന രാത്രിയായി മാറട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. കരമെല്ലാം ഉയർത്തി നന്ദി പറഞ്ഞേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം കർത്താവിന് ആരാധന, പരിശുദ്ധാത്മാവൻ ദൈവത്തിന് ആരാധന, 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 ആരാധന. സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി സ്തുതിയും സ്തോത്രം ഉയരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശു കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് ഈ പരിസരം മുഴുവൻ നിറയട്ടെ, ഈ ദേശം നിറയട്ടെ, ഈ പത്തനംതിട്ട ജില്ല നിറയട്ടെ, ഈ കോഴഞ്ചേരി നിറയട്ടെ, ഈ ചെറുകോല് നിറയട്ടെ, ഈ അയിരൂർ പഞ്ചായത്ത് നിറയട്ടെ, ഹല്ലേലൂയ, കോയിപ്പുറം പഞ്ചായത്ത് നിറയട്ടെ, ഈ അയൽവാസികൾ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് ദേശത്തെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുന്നു. 4 ദിക്കിലേക്കും കരം നീട്ടി ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച്, ഈ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, കർത്താവിൻ്റെ പ്രവൃത്തി, കർത്താവിൻ്റെ സ്നേഹം എല്ലായിടത്തേക്കും വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കട്ടെ, കുഞ്ഞുങ്ങളുടെ പഠന വൈകല്യങ്ങൾ മാറട്ടെ. ചങ്കുരുകി പ്രാർത്ഥിക്കുന്ന ചില പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം ഇപ്പോൾ ഇറങ്ങട്ടെ, ഇപ്പോൾ ഇറങ്ങട്ടെ, 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 ഇറങ്ങട്ടെ. ഇരുട്ടിൻ്റെ ആധിപത്യങ്ങൾ വർഷങ്ങളായി വ്യാപരിക്കുന്ന ഒരു അന്ധകാര ശക്തി കുടുംബത്തിൽ ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു ശക്തി ഇറങ്ങിപ്പോകുന്ന പോലെ ചില കുടുംബങ്ങളിൽ നിന്ന് ചില ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങിപ്പോകട്ടെ. ഇരുട്ടിൻ്റെ ആധിപത്യങ്ങൾ ഉടയട്ടെ, ഇരുട്ടിൻ്റെ വെളിച്ചം വരുമ്പോൾ വെളിച്ചം, 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 സർവ്വജനത്തെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം, ലോകത്തിൻ്റെ വെളിച്ചം. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഹല്ലേലൂയ. ലോകത്തിൻ്റെ വെളിച്ചമായി ക്രിസ്തുവിലുള്ള വെളിച്ചം വ്യാപരിക്കുന്ന സമയത്ത് ചില ഇരുട്ടിൻ്റെ ശക്തികൾ വിട്ടുപോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവേ. കർത്താവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനോ സ്ഥലമില്ലാതെ, അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. 33 കൊല്ലം പാർത്തല്ലോ നീ. ഈ ജന്മസ്ഥാനം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. വഴിയാധാര ജീവിയായി നീ
എല്ലാവർക്കും നന്മ ചെയ്യുവാൻ എല്ലായ്പ്പോഴും സഞ്ചരിച്ചു. ഓ എല്ലാവർക്കും നന്മ ചെയ്യാൻ എല്ലായ്പ്പോഴും സഞ്ചരിച്ചു. എല്ലായിടത്തും ദൈവസ്നേഹം വെളിവാക്കി നീ മരണത്തോളം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വാത്സല്യ കുടുംബത്തെ ഒന്ന് ഓർത്ത് കരങ്ങളെല്ലാം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് അവരുടെ ഒരു വലിയ ആഗ്രഹത്തോടെ ഇത് ക്രമീകരിക്കുമ്പോൾ ആ കുടുംബം, അവരുടെ സഹോദരിമാർ, പ്രിയപ്പെട്ടവർ, പ്രിയപ്പെട്ട നോബിളിച്ചാന ആൻറ്റി, ദൈവമേ ഞങ്ങൾ ആ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. അവിടെ വലിയൊരു ആഗ്രഹത്തോടെ കർത്താവെ നടത്തപ്പെട്ടിരിക്കുന്ന ഈ കൺവെൻഷൻ ഇങ്ങനെ ദേശത്തൊരു സുവിശേഷ പ്രഘോഷണം നടത്തുവാൻ ഇടയായാലും ഞങ്ങൾ പ്രിയപ്പെട്ട കർത്തദാസനെ, ആൻറ്റിയെ, കുഞ്ഞുങ്ങളെ, രണ്ടുപേരെ, അവരുടെ കുടുംബങ്ങളെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവെ സമർപ്പിക്കുകയും ചെയ്യുന്നു. സഹോദരിമാരെ ഓർക്കുന്നു. ദൈവരെ അനുഗ്രഹിച്ചോണേ. ഇന്ന് രാത്രി എല്ലാവരെയും സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ മനോജ് ഭാഷ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ആശീർവാദം പറയുകയും ചെയ്യും. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ആശംസിക്കുകയും ഈ കൺവെൻഷൻ്റെ പിന്നിൽ അധ്വാനിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇവിടെയുള്ള സഹോദരന്മാർ, പ്രിയപ്പെട്ട ജോശാന്, എല്ലാവരെയും, പ്രിയ അനീഷ്, ഇവിടെയുള്ള സഹോദരന്മാർ, പ്രിയ ജോർജ് ഭാഷ, തൻ്റെ കൂടെ അധ്വാനിച്ചവർ, നിങ്ങളെല്ലാം ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അതിൽ പങ്കുചേരണം. അതിനുവേണ്ടി കൂടെ കർത്തദാസൻ പ്രാർത്ഥിക്കും.